പ്രവചനം എന്തുവാ? വീട്, കാറ്, മേനെ തെക്കേ ഊർബസിൽ, മോനെ തെക്കേ അമേരിക്കയ്ക്ക് അയക്കുമെന്ന്. സ്വോത്രം. പ്രവാചകം വരുന്ന ഇന്ന് ഇടക്കരയെന്ന് മൂത്തയിടത്തുനിന്ന് എല്ലാം വണ്ടി പിടിച്ച് വന്നേര്. പിന്നെ സഹോദരിമാർക്ക് ഇഷ്ടം കർത്താവിൻ്റെ വരവൊന്നും കേൾക്കാനല്ല. ശോശാമാമയും ചിന്നമാമയ്ക്ക് ഇഷ്ടം തലേ പ്രവാചക ഇട്ട് കറക്കാനാ. ഇന്ന് രാത്രി ഞാൻ പറയും, രാവിലെ ഞാൻ മെഡിക്കൽ സയൻസ് നല്ലോണം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത പ്രവാചകന്റെ കീഴിൽ പോയി നീ തല കറക്കിയാൽ ഞരമ്പ് പടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൗലാനയിലോ അൽഷിബയിലോ പോയി ഇത് വോക്കം ഇട്ടിട്ട് പിന്നെ രക്തവും ക്ലിയർ ആക്കണം. സന്തോഷമില്ലല്ലോ. ആട്ടുകല്ല് കറക്കുന്ന പോലെ തലയിട്ട് കറക്കുന്നതല്ല പ്രവചനം. അത് മാത്രമല്ല, പ്രവാചകന്മാരെ തുച്ഛീകരിക്കുമല്ലോ. ഈ പെന്തിക്കോസ്തകളത്തെ തകർത്തത് 50% കള്ളപ്രവാചകന്മാരാണ്. സ്വോത്രം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയാം? പ്രവചനത്തെ ഞാൻ തുച്ഛീകരിക്കത്തില്ല, പ്രവാചകന്മാരെ ബഹുമാനിക്കുന്നു. എന്താ? എവിടെയെങ്കിലും പോയി കഴിഞ്ഞൊരു പ്രവചനം നടത്തണമെങ്കിൽ 7 ദിവസം മുമ്പ് ദൈവത്തോട് നിലവിളിക്കണം. കർത്താവേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാം. അതാ പ്രവചനം. അല്ലാതെ ഇന്നോവയ്ക്കകത്തും ബുള്ളറ്റിനകത്തും വന്ന് ശോശാമാമയുടെ പൊന്നച്ചാന്റെ തലയിട്ട് കറക്കി വാലിക്കുന്നതല്ല പ്രവചനം. സ്വോത്രം. എന്താ പ്രവചനത്തിന്റെ പ്രത്യേകത? എന്താ? ദാവീദിനറിയാം, അവൻ പാപം ചെയ്തു പോയി. ഏത് സമയവും അവനെ മരണം പിടിച്ച് പാപം ചെയ്ത് പാതാളത്തിനകത്ത് നരകയാതന അനുഭവിക്കും. അതുകൊണ്ട് എന്താ? ദാവീദ് മടങ്ങി വന്നു, ദൈവം അവസരം കൊടുത്തു. അങ്ങനെയെങ്കിൽ IPC ആവട്ടെ, ചർച്ച കോഡാവട്ടെ, PCG ആകട്ടെ, AG ആകട്ടെ, നാദാനെ പോലെയുള്ള നല്ല പ്രവാചകന്മാർ വീണ് പോയവനെ മടക്കിക്കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി കൃപാസനത്തിന് മുമ്പിൽ നിർത്തി കർത്താവിനോട് ദയ കാണിക്കണമെന്ന് മുട്ടുമടക്കിക്കൊണ്ട് അരുളപ്പാട് കൊടുക്കുന്ന പ്രവാചകന്മാർ നിലമ്പൂരും ഇടക്കരയും എഴുന്നേൽക്കട്ടെ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതാ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോടരുളി എന്റെ വാക്ക് കേൾക്കയില്ലെന്ന് നിനക്കുള്ള കാലം. അടുത്തത് നിന്നെ മേയിക്കുന്നവരെ വായിച്ചാട്ടെ. മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. റീത്തയും കത്രീനയും വിൽമയല്ല, സാമ്പത്തിക മാന്യം. ഇസ്രയേലിന്റെ കൂടെ നിന്നവരെല്ലാം കൊടുങ്കാറ്റായില്ലയോ? എന്തുകൊണ്ടാ മാമ UK ഇസ്രയേലിനെ സഹായിക്കാൻ പോകുന്നത്? അവിടെ വേറൊരു വിഭാഗം UK ഇസ്രയേലിനെ UK സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാകും. മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ലെയ്റ്റനും എല്ലാം. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടെ ഇല്ല. കാനഡയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളുമില്ല. ഓസ്ട്രേലിയക്കാരൻ പറഞ്ഞു, ചായ കുടിക്കാൻ വല്ലതും തരാം. നിന്റെ സ്നേഹിതന്മാരെല്ലാം പ്രവാസത്തിലേക്ക് നിന്നെ വിട്ടുപോകുന്നൊരു കാലം വരും, അപ്പനും മകനും. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും എന്താ അതിന്റെ അർത്ഥം? ഒന്നുകൂടെ വായിച്ചാട്ടെ, വായിക്കുമോളെ. നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ് കണ്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, 1 വർഷത്തേക്ക് സ്വർണം മേടിക്കരുതെന്ന്. പത്രം വായിച്ച എത്ര പേരുണ്ട് മനസ്സിലാകുന്നവർക്കായി? അത് എണ്ണവിലയുടെ വിഷയത്തിലാണ്. നരേന്ദ്രമോദിയുടെ പിന്നിലാരോ അച്ചായ ഇതൊക്കെ കേൾക്കണം. MLA-മാർക്കും MP-മാർക്കും ഒന്നും അറിയത്തില്ല, അവർ കൂടി പിടിക്കാനേ അറിയോ. ബാക്കി പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ പോകുന്ന പണത്തിലാണ്. നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി സാറിനെ കൊണ്ട് പറഞ്ഞതാ, ആവശ്യമില്ലാത്ത സ്വർണത്തിന് വില കൂട്ടിക്കഴിഞ്ഞ് സ്വർണം മേടിച്ചാൽ പാസ്റ്റർമാർ കേട്ടാട്ടെ, ഇത് ലോക്കറിനകത്തിരിക്കും, അതുകൊണ്ട് പണി നടക്കത്തില്ല. അതുകൊണ്ട് ബാങ്കിൽ കിടക്കുന്ന സോളിഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് ചെലവാക്കണം. അതുകൊണ്ട് നരേന്ദ്രമോദി സാർ പറഞ്ഞ് അടുത്ത 1 വർഷത്തേക്ക് സ്വർണം മേടിക്കരുത്. കരമുയർത്തുന്നവർക്കായി ബാങ്കിലെ കാശ്. SBIയുടെ സോണൽ മാനേജർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം മേഖലയുടെ സോണൽ മാനേജർ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാജു പാസ്റ്റേ, ഗൾഫിൽ യുദ്ധം തുടങ്ങിയതേ ഉള്ളു, ഫെബ്രുവരി തുടങ്ങി, മാർച്ചും ഏപ്രിലും ഫണ്ട് പകുതിയായ NRIയുടെ. കര ഉയരുന്നില്ലല്ലോ. സന്തോഷം ഇല്ലല്ലോ അമ്മ, അന്ത്യകാലമാ. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, പിന്നെ പെട്രോൾ, ഡീസൽ, അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പകുതി കട്ട് ചെയ്തു, മന്ത്രിമാരെ എസ്കോട്ട് കട്ട് ചെയ്തു. ഉത്തർപ്രദേശിലൊക്കെയും വാഹനങ്ങൾ കുറയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്നത് പെട്രോളിനും ഡീസലിനും ഹൈ സ്ട്രൈക്കാ വരുന്നത്. വെളിപ്പാട് പിന്നെ എന്തോ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിര കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു തൂലാസ് ഉണ്ടായിരുന്നു. വരാൻ പോകുന്ന മുഴുവൻ തൂക്കത്തിനകത്താ. നിർമ്മലാ സീതാരാമന്റെ ബുദ്ധിയ. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, സ്വർണം വാങ്ങിച്ചു കൂട്ടരുത്. എന്താ? ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്താൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാകത്തില്ല. അങ്ങനെയെങ്കിൽ ലോകത്തെല്ലായിടത്തെ സാമ്പത്തിക മാന്ദ്യം. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അതുകൊണ്ട് ഇസ്രായേലിനെ ആര് സഹായിക്കാൻ വരാഞ്ഞത്? അടുത്ത വാക്ക്, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഇവിടെ നിലമ്പൂരുകാർ കേൾക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി പാസ് ഇവിടെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ എവിടെ പ്രവാസം, അവൻ എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നു. സൗദി അറേബ്യയിൽ നല്ല ഒരു സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം കട 10 മാസത്തിൽ ഒരിക്കൽ നിലമ്പൂരിൽ വരും. പാസ്റ്റർമാരെ കാണും. ജോസ് എന്ന് പേര് കരുതിക്കോ. എല്ലാവർക്കും പ്രൈസ്തലോട് കൊടുക്കും. 30 ദിവസം കഴിയുമ്പോൾ അവൻ പോകും. ഇപ്രാവശ്യം അവൻ വന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ നിലമ്പൂർ ടൗണിൽ നല്ലൊരു ഹോൾസെയിൽ പച്ചക്കറി തുടങ്ങി, പ്രവാസി പച്ചക്കറി. അതിനുശേഷം ചുങ്കത്തറയിൽ നല്ലൊരു ആട്ടോ ഗ്യാരേജ്, ബജാജ് ആട്ടോ ഗ്യാരേജ്, അതിനു വിട്ട് പ്രവാസി ബജാജ്.
അപ്പോൾ ഒരു 45 ദിവസമായിട്ട് പോയില്ല. നമ്മുടെ ഷാജി പാഷ ജോസ് ബ്രദറിനോട് ചോദിച്ച് തിരിച്ച് സൗദിക്ക് പോകുന്നില്ലേ? അപ്പൊ ജോസ് പറഞ്ഞ എന്തോന്നറിയോ? പാസ്റ്റർ കണ്ടില്ലേ, പ്രവാസി ആട്ടോ, പ്രവാസി പച്ചക്കറി, അറബിയന്റെ ഐസ്ക്രീമും, അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് കൊടുത്ത് പാസ്പോർട്ട് കൈ തന്ന് കർ വാപ്പസി. കര ഉയരുന്നില്ലല്ലോ. സ്വോത്ര മനസ്സിലാകുന്നവർക്ക് ഇന്ന് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന സകല രാജ്യങ്ങളും അവനെ കൈവിട്ടു പോകും. അങ്ങനെയെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യുന്നത്? അടുത്ത വാക്ക് വായിക്കാം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തകൻ ബെഞ്ചമിൻ നെതന്യാവോട് ചോദിച്ചെന്തോ, യേശുവിന്റെ സ്നേഹം പോരെന്ന്. അപ്പൊ ഈ നെതന്യാവ് പറഞ്ഞ എന്തോന്നാ പാസ്റ്റർ, യേശുവിന്റെ സ്നേഹം വേണ്ട, ചെങ്കിസ് ഖാന്റെ വാള് മതിയെന്ന്. മനസ്സിലാകുന്നവർക്കായി അങ്ങനെയെങ്കിൽ ഒരു അന്ത്യദിനത്തിലേക്ക് വരുന്നു. ഇവിടെയാണ് ജെറുസലേം. ഒന്ന്, പരിഭ്രമപാത്രം. രണ്ടാമത്തെ കാര്യം, ഇവിടം തൊട്ട് നിങ്ങൾ ചിന്തിക്കണം, ഭാരമുള്ള കല്ല്. മക്കളെ, ഇത് വീഡിയോ ക്ലിയർ ആയിട്ട് കൊടുക്കണം. സ്ഥലം നിലമ്പൂര. ഭയങ്കര ബുദ്ധിജീവികളുള്ളവരാ, ചൊവ്വേ വരെ പോകുന്ന ആൾക്കാരാ നിലമ്പൂരിലുള്ളത്. അവസാനം ഞാൻ പറഞ്ഞുതരാം. ദാണ്ടേ ജെറുസലേം 2017 ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. നമ്പർ 1, 2017 ആസ് എ ക്യാപിറ്റൽ സിറ്റി ഓഫ് ജെറുസലേം ഡിക്ലെയർഡ് ബൈ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. UN-നകത്ത് ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം. ഭാരമുള്ള കല്ലാവാൻ പോവാ. ട്രംപിന്റെ മകളുടെ പേരാ ഇവാഞ്ചലിൻ. ദാണ്ടേ അവളെ കെട്ടിയ ചെറുപ്പക്കാരനാ ജാറേഡ് കുഷ്നർ. ആ യഹൂദന്റെ പാർട്ണറായി എലോൺ മസ്ക് മൈക്രോചിപ്പ്. അവന്റെ കൂടുള്ള കമ്പാനിയനാ പാകിസ്ഥാനിലെ ആസം മുനീർ, കരസേന മേധാവി. ഇവരെല്ലാം ഒരു സർക്കിളാണ്. ഇതെല്ലാം ആന്റി ക്രൈസ്റ്റിന് വേണ്ടി വഴിയൊരുക്കുന്ന ബിസിനസ് ലോബിയായി കാണുന്നത്. രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞ് 3, ഇസ്രയേൽ ജൂതരാഷ്ട്രം. ആർക്കും അവനോട് മനതലിക്കാൻ പറ്റത്തില്ല. മലയാള മനോരമ UN-നകത്ത് അവരെഴുതി കൊടുത്തു, ഞങ്ങൾ ജൂതരാഷ്ട്രം. 3 പ്രവചനം ഇവിടെ നിവർത്തിയാകുന്നു. നമ്പർ 1 ജെറുസലേം, നമ്പർ 2 പരിഭ്രമപാത്രം, നമ്പർ 3 ഭാരമുള്ള കല്ലാക്ക് ട്രംപ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതാണ് മലയാള മനോരമയുടെ റിപ്പോർട്ട്. മോനെ ഇതൂടെ എടുക്കണം. ദാണ്ടേ ഇസ്രയേലിനെ ഒബാമ ചതിച്ചിട്ടിറങ്ങിപ്പോയി. ദാണ്ടേ എല്ലാവരും മലയാള മനോരമ വന്നൊരു വാർത്തയാ. ഇസ്രയേലിനെ ഒബാമ ചതിച്ചു. നമ്മുടെ നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തല്ല, അല്ലെങ്കിൽ MLA ഷൗക്കത്ത് സാറല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് ബൊരാക് ഒബാമ. പറയാം, അയാൾ ഇറങ്ങിപ്പോയപ്പോ ഒരു പേപ്പർ എഴുതി വെച്ചു. എല്ലാവരും കേട്ടാട്ടെ. 1967 ജെറുസലേം അറബികളുടെ കയ്യിലായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ജെറുസലേം ആർക്ക് വിട്ടുകൊടുക്കണം? അറബികൾക്ക് വിട്ടുകൊടുക്കണം. ചക്കാലക്കുത്തിന്ന് പോലീസുകാര്, ഇവിടെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവരൊരു പരാതി എടുക്കും. ആ പരാതിക്ക് നമ്പർ തരും. അത് കേസല്ല. 2, നമ്മുടെ മൊഴിയെടുത്ത് FIR ഇട്ടാൽ അത് ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കും. മനസ്സിലാകുന്നവർക്കായി നിലമ്പൂർ കോടതിയിൽ നിന്ന് അത് ക്ലിയർ ആകുന്നത് വരെ അവിടെ കിടക്കും. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ പറഞ്ഞതാരാ? ഒബാമ. ഇവിടെയാ എൻ്റെ പ്രസംഗം. ഇന്ന് രാത്രി UN-നകത്ത്, ചെറുപ്പക്കാർ കേൾക്കണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം, UN-നകത്ത് 5 രാജ്യങ്ങളാ വീറ്റോ പവർ ഉള്ളത്. മനസ്സിലാകുന്നവർക്കായി. ആരൊക്കെയാ? 1 അമേരിക്ക, 2 ബ്രിട്ടൻ, 3 ഫ്രാൻസ്. അവര് 3 പേരും ഇന്ന് ഇസ്രായേലിലൂടെ കൈവിട്ടിട്ടില്ല. അപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കുന്ന 2 പേരുണ്ട്. 1 റഷ്യ, 2 ചൈന. കരമുയരുന്നില്ലല്ലോ ചായ. അങ്ങനെയെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വന്നാൽ, കേട്ടോ, UN-നകത്തുനിന്ന് അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ പോയാൽ, പലസ്തീൻ അനുകൂലമായ ഒരു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ അന്ന് അവർ പറയും, ജെറുസലേം അറബികൾക്ക് കൊടുക്കണം, ഭാരമുള്ള കല്ല്. കേട്ടോണം. ഇതാ സക്കറിയാവ് പറഞ്ഞ്. ജെറുസലേമിന്റെ പ്രത്യേകത സാധാരണ സ്ഥലമല്ല ജെറുസലേം. 16 കാര്യങ്ങളാ ലോകത്തിൽ ജെറുസലേം. 1 ദാവീദിന്റെ പട്ടണം, 2 5000 വർഷം പഴക്കം, 3 വിശുദ്ധ നാട്, 4 മതങ്ങളുടെ സംഗമഭൂമി, ഇസ്ലാം മതം, ക്രൈസ്തവ മതം, യഹൂദ മതം, 5 ഇസ്ലാം സഹോദരങ്ങൾ അൽ-അഖ്സ മസ്ജിദ് മക്ക മദീന കഴിഞ്ഞാൽ, 6 അവർ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത് ഡോം ഓഫ് റോക്ക് ഇതേ യെരൂശലേമിൽ, 6 7 യേശുവിന്റെ ക്രൂശീകരണം, 8 തൈലലേപനം, 9 കിദ്രോൻ തോട്, 10 അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ, 11 ഏറ്റവും നിർണായകമായി യേശുവിന്റെ അമ്മ മറിയാമ്മച്ചയുടെ കല്ലറ, 12 ഉയർത്തെഴുന്നേറ്റ യേശു വന്നു യെരൂശലേമിൽ സമാധാനം, 13 ഇന്ന് രാത്രി 60 പ്രാവശ്യം ലോകത്തിൽ യുദ്ധം നടന്നൊരു സ്ഥലം, 14 45 പ്രാവശ്യം ജനം ഓടി
ഇന്നിവിടെ പി സി ജിയുടെ കൺവെൻഷൻ വയ്ക്കുമ്പോൾ 23 പ്രാവശ്യം മുറിവേറ്റ ഒരു സ്ഥലം യെറൂശലേം. 15 കാര്യങ്ങൾ. 16 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് മഹാത്മജി. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന് സ്വാതന്ത്ര്യം കൊടുത്ത ചെറുപ്പക്കാരൻ തിയോഡർ ഹെർസൽ, അവന്റെ കല്ലറ അവിടെ. 17 യഹൂദന്റെ ആലയത്തിന്റെ 2 ഭാഗം ഇന്ന് രാത്രി ബാക്കി. 1 കിഴക്കേ വാതിൽ, 2 പടിഞ്ഞാറേ മതിൽ, കരമുയർത്തുന്നവർക്കായി വിലാപ മതിൽ. ഈ ഒരു സംഭവം ഒരു കാരണവശാലും യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. അതിനു വേണ്ടി വരുന്നത് 3-ാം ലോകമഹായുദ്ധം. പ്രവാചകർ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ദേവന്റെ മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. അന്നാളിൽ ഇസ്രയേലിനെ ഞാൻ ഭാരമുള്ളൊരു കല്ലാക്കും, അതിന്റെ യെരൂശലേമിന് ഒരു പരിഭ്രമപാത്രമാക്കും. ഭൂമിയിലെ സകല ജാതികൾ അതിനെതിരെ കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ഭാവികാല സംഭവം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ റഷ്യയോട് ആര് ചേരും? UN പെർമിഷൻ മേടിച്ച് അവർ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരും. വായിക്കാം, ആരൊക്കെ റഷ്യയോട് ചേരും. എസക്കേൽ പ്രവചനം 38-ാം അധ്യായം 5-6. ഇനി നിലമ്പൂരി വന്നാൽ ഇത് ഒരിക്കലും പ്രസംഗിച്ചില്ല. വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കത്തുള്ളൂ, അല്ലെ ദാനിയേലെ പ്രസംഗിക്കത്തുള്ളൂ. ഇത് അവസാനമാ ഈ ഭാഗങ്ങൾ പ്രസംഗിക്കുന്നത്. വായിക്കാം, ഭയങ്കര ടഫുള്ള വിഷയം പ്രവചനം. എസക്കേൽ പ്രവചനം 38:5-6. റഷ്യയുടെ കൂടെ ആര്? ഇനി പശ്ചിമേഷ്യയിൽ സംവദിക്കുന്നത് അറബ് ലീഗിന് മേധാവിയായ റഷ്യമാരും. അവരുടെ കൂടെ ആര്? വായിക്കാം, അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ. അപ്പൊ ഇറാൻ തകരുമോ? അച്ഛാ, ഇറാൻ തകരത്തില്ല. വെടിനിർത്തലുണ്ടാവും. ഈ പാർസികള് ഇറാനും അഫ്ഗാനിസ്ഥാനും പഷ്തൂൺ ഭാഷ സംസാരിക്കുന്നവർ. അതുകൊണ്ട് പലരും എന്നോട് പ്രസംഗിക്കുന്നുണ്ട്. ചോദിച്ച്, പാസ്റ്റർ ഈ കൂട്ടത്തിൽ ഇറാൻ തകരുമെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും തകരത്തില്ല. വെളിപ്പാടിനകത്ത് ആന്റി ക്രൈസ്റ്റ് വരണമെങ്കിൽ ഇറാന്റെ കരം. അതാ വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞ മൃഗം സമുദ്രത്തിൽ നിന്ന്. അത് പുള്ളിപ്പുലിക്ക് ഗ്രീസ്, അതിന്റെ കാൽ കരടിക്കാൽ. അതാ ഇന്നത്തെ ഇറാൻ. അതുകൊണ്ട് ഇറാൻ തകരത്തില്ല. ആരൊക്കെ പറഞ്ഞാലും, ചാനലുകാർ പറഞ്ഞാലും ആന്റി ക്രൈസ്റ്റും വരണം. റഷ്യയുടെ കൂടെ ആദ്യം ചേരുന്ന ഇറാന് ഇപ്പൊ സ്റ്റെൽത്ത് മിസൈലാ കൊടുക്കുന്നത്. എന്താ സ്റ്റെൽത്ത് മിസൈലിന്റെ പ്രത്യേകത? പറഞ്ഞുതരാം. ഈ ഗൾഫുകാരെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. റഷ്യയുടെ നിന്ന് കൊണ്ടുവന്ന സ്റ്റെൽത്ത് മിസൈലാ ഇപ്പൊ ഇറാന്റെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരുടെ സിറ്റിയുടെ പേര് ഇലക്ട്രോണിക് സിറ്റി അല്ല, മീഡിയ സിറ്റി അല്ല, ആസ്റ്റർ മെഡി സിറ്റി അല്ല. ഇറാന്റെ സിറ്റിയുടെ പേര് മിസൈൽ സിറ്റി. കര ഉയരുന്നില്ലല്ലോ ചായ ശ്രോത്രം. അതിൻ്റെ അടി ഭൂമിക്ക് അടിയിൽ ഇരിക്കുക. അവന്മാര് നമ്മുടെ ഗട്ടറിന്റെ സ്ലാബ് പൊക്കുന്ന പോലെ ഒരുത്തൻ താഴെ ഇറങ്ങും, 3 എണ്ണത്തിന് ഒരു തിരി കൊടുക്കും, ഒറ്റ പോക്ക്. അതിൻ്റെ അടി GPS ഉണ്ട്. GPS ആ സ്റ്റെൽത്ത് മിസൈൽ. അടിയിൽ ടൈപ്പ് ചെയ്താൽ മതി മലപ്പുറം കളക്ട്രേറ്റ് തന്നെ വീഴും. സ്വോത്രം. ഇറാനുകാർ ചെയ്യുന്നത് അടിയിൽ GPS വെച്ച് ടൈപ്പ് ചെയ്യും. ദുബായ് എയർപോർട്ട്, അബുദാബി അഡിനോക്ക്, ബഹറിൻ, ഖത്തർ എയർപോർട്ട് ഒറ്റ ടൈപ്പ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം 2 മാസമായിട്ട് റൺവേ പൊട്ടി കിടക്കുക കുവൈറ്റ്. ഇപ്പൊ 2 എണ്ണത്തിലാണ് പ്ലെയിൻ ഇറങ്ങുന്നത്. ഇറാൻ നേരിട്ടടിക്കേണ്ട റഷ്യയുടെ സ്റ്റെൽത്ത് മിസൈലാ. അങ്ങനെയെങ്കിൽ GPS അനുസരിച്ച് കൃത്യമായിട്ട് പോകും. ആകാശത്ത് വെച്ച് തകർന്നില്ലേ തീർന്നു കളയും. അതുകൊണ്ടാ ദുബായില് ബാർജ് ജുമേറയോ ബാർജ് ദുബായിയുടെ ഒക്കെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്തു. സ്വോത്രം. ഇറാൻകാർ വന്നിട്ടല്ല, അടിയിൽ റഷ്യയുടെ സ്റ്റെൽത്താ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആദ്യം അവരോട് ചേരുന്നത് ഇന്നത്തെ ഇറാൻ ചേരും. പെതിയ അഫ്ഗാനും റഷ്യയുടെ കൂടെ ചേരും. അടുത്ത വാക്ക് വായിക്കാം. കൂഷ്യർ, എത്യോപ്യ രാജ്യം അവരോട് ചേരും. ലിബിയ രാജ്യം. അടുത്തത് ഗോമേർ. യൂറോപ്പിനകത്ത് 12 രാജ്യങ്ങൾ. പഠിക്കുന്ന മക്കൾ കേട്ടാട്ടെ, നിങ്ങളുടെ ബന്ധുക്കളും കൊച്ചുങ്ങളും എല്ലാം UK-യിലുണ്ട്. അതിന് ഒരു വിസയാ ഷെങ്കൻ വിസ. 30 രാജ്യങ്ങളിപ്പം UK മോള് ജോലി ചെയ്താലും 30 രാജ്യത്ത് ഇപ്പം ഷെങ്കൻ വിസ. ഷെങ്കനകത്ത് 12 പേർക്ക് വോട്ടവകാശമുള്ളൂ. ആരൊക്കെയാ? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ബാക്കിയെല്ലാം കട്ടൻ ചായ കുടിക്കണം. അത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോയി, EU പോയി. അതുകൊണ്ടായിരുന്നു ബ്രിട്ടൻ അവരിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇനി ഒരെണ്ണവും കൂടെ അതിൽ നിന്ന് ചാടും. ജർമ്മനി ആണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ജർമ്മനി യൂറോപ്യൻ യൂണിയനിൽ ചാടിയാൽ അച്ചായ 10 കൊമ്പ്. കരമുയരുന്നില്ലല്ലോ യൂറോപ്പിനകത്ത്. എന്നാൽ അവൻ ചാടി ആന്റി ക്രൈസ്റ്റിന് വഴിയൊരുക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും. ബൈബിള് പ്രവചനം. അത്തി തളിർത്തു കൊമ്പിളതായി അവൻ അടുക്ക വാതിക്കൽ. അതുകൊണ്ടാ ബ്രിട്ടന്റെ കയ്യങ്ങ് മുറിഞ്ഞു പോയത്. ചിന്നമ്മാമ നല്ല നെയ്മയും മേടിച്ച് വാല് നിലമ്പൂരി വെട്ടുന്ന പോലെ ദൈവം ബ്രിട്ടനെ വെട്ടിക്കളഞ്ഞ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന്. അത് മാറി.
അടുത്തതാ ഒരെണ്ണം കൂടെ ജർമ്മനി ചാടും, അതായി ഗോമേര്. അങ്ങനെ ബൈബിൾ പ്രവചനം. ഇവനും റഷ്യയുടെ കൂടെ ചേരുമെന്ന്. അടുത്ത വാക്ക് വൈരുമോളെ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇതാ കിടക്കുന്ന ഇതാ ഇസ്ലാം സമുദായത്തിന്റെ പടക്കൂട്ടങ്ങൾ. ഇവന്റെ കൂടെ അറബ് ലീഗിന്റെ ലീഡർ ഇവന് പ്രൈസ്തലോട് കൊടുക്കും. വടക്കേ അറ്റം വായിച്ചോട്ട് മോളെ. വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും തോഗർമാഗ്രഹമാ തുർക്കി. അതിന് പറഞ്ഞു തരാം. തുർക്കിയിലെ ഇന്നത്തെ മെയിൻ ലീഡറാ തോയ്ബ് എർദോഗൻ. എല്ലാവരും കേട്ടാട്ടെ. അവൻ വന്നപ്പോൾ ഒരു പള്ളി പിടിച്ച് ആഗിയ സോഫിയ. സന്തോഷമില്ലല്ലോ. രണ്ടാമത്തെ പള്ളി പിടിക്കാൻ പോയി. അപ്പം ദൈവം വിചാരിച്ചു അവൻ്റെ പള്ളി പിടുത്തം തീരട്ടെന്ന്. സന്തോഷമില്ലല്ലോ. തുർക്കിയിൽ ഭൂകമ്പം വന്ന് ഇവിടെയും പള്ളി പിടിക്കാനും പള്ളി പൂട്ടിക്കാൻ നടക്കുന്നവരിടയ്ക്ക് ഒരു ചെറിയ ഭൂകമ്പം വന്നേ നല്ലതായിരുന്നു. മാത്യു പാസ്റ്റർ അവരുടെ പള്ളി പിടുത്തം തീർന്നതിന് സ്തോത്രം. ആഗിയ സോഫിയ പഠിക്കണം. മൊബൈലിട്ട് ഞോണ്ടരുത്. ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ 400 വർഷത്തെ പള്ളിയാണ് ആഗിയ സോഫിയ. ഇതൊക്കെ മനസ്സിലാക്കണം. ഗുഡ് ന്യൂസ് എങ്കിലും ആയിരു കല്യാണാലോചന വായിക്കാതെ സ്വത്രം. അത് പിടിച്ചതാ തോയ്ബ് എർദോഗൻ. രണ്ടാമത് പിടിക്കാൻ പോയപ്പോൾ തുർക്കി ഭൂകമ്പം. അതോടുകൂടി അവൻ്റെ പള്ളി പിടുത്തവും നിർത്തി. മനസ്സിലാക്കുന്നവർ അവനായ അറബ് ലീഗിന്റെ ലീഡർ. പറയാം, യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു. ആരാ? സ്നാപക യോഹന്നാൻ. കരം ഉയരുന്നില്ലല്ലോ ചായ. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഇന്നത്തെ തുർക്കി റഷ്യായിട്ട് ചേർന്ന് വഴി കൊടുക്കും എതിർ ക്രിസ്തുവിന് വേണ്ടി. ഇത്രയും ആൾക്കാർ വടക്കേറ്റത്തുള്ള തോക്കർമാഗ്രഹം അറബ് ലീഗിന്റെ ലീഡറായ ഇന്നത്തെ തോയ്ബ് എർദോഗൻ. അവന്മാരെല്ലാം കൂടെ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ജെറുസലേമിന് വേണ്ടി വായിക്കാം. ഇസ്രയേൽ യെറൂശലേം ആക്രമിക്കപ്പെടുമോ? ബൈബിൾ എടുത്താട്ട് എന്തിനാ വരുന്ന? UN അഭ്യർത്ഥനയോട് കൂടി യെറൂശലേമിനെ ആക്രമിക്കാൻ വരും. ആര് വിട്ടുകൊടുക്കത്തില്ല? യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. അതാ വരാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധം. അതിനു മുമ്പ് ചില സംഭവം നടക്കും. വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38, 15, 16. ബൈബിൾ കൂടെ വെച്ചാട്ട് അന്ത്യകാല സംഭവം കാര്യങ്ങൾ കിടക്കാം. എസെക്കിയേൽ 38, 15, 16 മോള് വായിച്ചാട്ടെ. നീയും നിന്നോട് കൂടെ പല ജാതികളും റഷ്യയെ നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. സൈബീരിയ വടക്കേ അറ്റം കിടക്കുന്ന അതിലെ കൂടെ നേരെ ഗോലാംകുന്നി ചാടാന്ന് ചെറിയ വഴി ഇതാ കിടക്കുന്ന റഷ്യയുടെ വടക്കേ അറ്റത്ത് നിന്ന് വരും. അടുത്തത് ദേശത്തെ മറക്കേണ്ടതിനുള്ള ഈ കുഞ്ഞിവിടെ വായിക്കുന്ന കേൾക്കണം. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തുന്നവർക്ക് എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എത്ര ബൈബിൾ പ്രവചനമാ. ഇന്ത്യക്ക് നേരെ വരും, പാകിസ്ഥാന് നേരെ വരും, ഇറാന് നേരെ എന്നല്ല. മേഘമാ യുദ്ധവിമാനം. 1903 അരിസോണയിൽ ഞാൻ ആ ദിവസം പറഞ്ഞു. എന്താ അതിന്റെ പ്രത്യേകത? 1903 വിമാനം കണ്ടുപിടിക്കുന്നത്. പഠിക്കുന്ന മക്കൾ എഴുതാട്ട PSCക്കും വരും, ടെസ്റ്റുകൾക്ക് വരും. ഇർബിയിലും ഓർബിയിലും അവന്മാരെ അമേരിക്കയിൽ അരിസോണ വിമാനം കണ്ടുപിടിച്ചത്. അന്നേ കണ്ട് അറ്റ്ലാസ് സൈക്കിളും കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഹെർക്കുലിസ് ഒരു മോട്ടോർ ബൈക്കും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ എന്താ വിമാനം? യുദ്ധവിമാനം. എയർ ഇന്ത്യ വെള്ള, പിന്നെ ഇൻഡിഗോ നീല, എമിറേറ്റ്സ് പച്ച, അത് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് പല കാരണം. അതിൻ്റെ അടുത്ത് നാവികസേന, വ്യോമസേന. കരിപ്പൂലും കോഴിക്കോട്ടും ഒക്കെ പോയി നോക്ക്, കണ്ണൂരും. അവിടെ നാവികസേനയുടെ വ്യോമസേനയുടെ പല വിമാനങ്ങൾ ചാരക്കള്ളറാ. നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ചാരക്കള്ളറാ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. മാഗോഗ് 3 പേരാ. മാഗോഗ 1 ചൈന, 2 കൊറിയ, 3 റഷ്യ. ആ മാഗോഗിന്ന് ഡിവൈഡ് ആയവനോ അറബ് ലീഗിന്റെ നേതാവോ അവന്റെ പേരാ ഇന്നത്തെ റഷ്യ. ഗോഗേ വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ലോക രാജ്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വായിച്ചോ. അവരെന്നെ അറിയേണ്ടതിന്, ഇസ്രായേൽ ജനം എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എന്റെ ദേശം ഇന്ത്യ അല്ല, പാകിസ്ഥാൻ അല്ല, ഇസ്രായേൽ ദേശം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇതെവിടെ നടക്കും? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാധാരണ സംഭവമല്ല. ഇതെവിടെ നടക്കുമെന്നറിയുമോ? യഹോശാഫാത്ത് താഴ്വര. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ തുടങ്ങിയ സംഭവം. ഏതാ? അബ്രഹാമിന്റെ വീട്ടിൽ ഇസ്മായിലും ഇസഹാക്കും. 2 ഒരമ്മയുടെ ഉദരത്തിൽ ഏശാവും യാക്കോബും. 3 ഏലാ താഴ്വര. അങ്ങനെയെങ്കിൽ അവിടെ സെമി നടന്നു. ഇനി ഫൈനൽ നടക്കുന്നത് യോബേലിന്റെ പ്രവചനം. ഇസ്രായേലിന് നേരെ സൈന്യങ്ങൾ വളയാൻ പോകുന്നു. മോള് യോബേൽ എടുത്തിട്ട് ലൂക്കോസിലേക്ക് വരണം. യോബേലിന്റെ പ്രവചനം 3-ാം അധ്യായം
9-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. ഈ യുദ്ധം എവിടെ വരും? സൈന്യങ്ങൾ എവിടേക്ക്? അതാ ജാതികൾ വിരോധമായി കൂടി വരും. വായിച്ചാട്ട് മോളെ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. അവിടെ നിന്ന് നിൽക്കട്ടെ. എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു. വിശുദ്ധ യുദ്ധമെന്ന് ക്രൈസ്തവര് പറയത്തില്ല, വിശുദ്ധ യുദ്ധമെന്ന് ഹൈന്ദവര് പറയത്തില്ല, വിശുദ്ധ യുദ്ധമെന്ന് ജൈനര് പറയത്തില്ല, വിശുദ്ധ യുദ്ധമെന്ന് ബുദ്ധമതം പറയത്തില്ല. വിശുദ്ധ യുദ്ധമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ ഇസ്ലാം സഹോദരങ്ങൾ, അതിനവർ വിളിക്കുന്ന പേരാ ജിഹാദ്, കരമുയർത്തുന്നവർക്കായി. ബൈബിൾ അത്ര ക്ലിയർ. വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങുവിൻ. അടുത്തത് എവിടെ വെച്ച് യുദ്ധം നടക്കും? വായിക്കാം 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യുദ്ധ ദിവസത്തിൽ വീരന്മാരിറങ്ങും. ജാതികൾ എവിടെ വരും? വായിച്ചോട്ടെ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധ യഹോശാഫാത്ത് താഴ്വര. ഇത് പ്രവചനം. ഇനി യേശു പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം 3 ഭാഗങ്ങൾ. 1 മത്തായി 24, 2 മർക്കോസ് 13, 3 ലൂക്കോസ് 21 സെർമൺ ഓൺ ദ മൗണ്ട്. അങ്ങനെയെങ്കിൽ യെരൂശലേം സൈന്യങ്ങൾ വളയുമോ? വായിക്കുന്ന അമ്മമ്മേ ബൈബിളും കൂടെ എടുത്തോ. ലൂക്കോസ് 21, 20, 21. ഞാൻ പോയതിനു ശേഷം പാസ്റ്റർമാരെ ചിലർ പിടിച്ചു കളയും, ഞാൻ തെറ്റാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഓൺലൈനിൽ. അതുകൊണ്ട് ബൈബിൾ ഇത്ര ക്ലിയർ വാക്യം കൊടുക്കുന്നത്. ലൂക്കോസ് 21, 20, 21. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ, ഇന്ത്യയെ വളയുമെന്നല്ല, പാകിസ്ഥാനെ വളയുമെന്നല്ല, അമേരിക്കയെ വളയുമെന്നല്ല, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കരമുയർത്തുന്നവർക്കായി ഇത് അന്തിമ യുദ്ധം. അങ്ങനെയെങ്കിൽ അന്ന് യഹൂദിയയിലുള്ളവർ, വായിച്ചാട്ട് മക്കളെ, യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മതി. ഇന്ന് രാത്രി ബാക്കി കൂടെ കേട്ടിട്ട് കരമുയർത്തണം. യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ കരമുയരുന്നില്ലല്ലോ. എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എത്ര ക്ലിയർ ആണെന്നറിയോ? യെരൂശലേമിന് നേരെ. അപ്പൊ സക്കറിയാവും അന്നാളിൽ യെരൂശലേം ഭാരമുള്ള കല്ല്, അതൊരു പരിഭ്രമപാത്രം. ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇവിടെയാണ് യഹൂദന്റെ നിലവിളി ഉയരുന്നത്. കുഞ്ഞ് ഞാൻ പറയുമ്പോൾ സക്കറിയാവ് എടുക്കണം. 5-6 വാക്യം കൂടെ വായിച്ചിട്ട് ഇന്ന് നിർത്തത്തോള്. ഇന്ന് രാത്രി എന്താ സംഭവം എന്നറിയാമോ? അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരു വിമാനം വരണമെങ്കിൽ 9000 കിലോമീറ്റർ വേണം. ഇന്ത്യയിൽ നിന്ന് ദാണ്ട് നേരെ ഇവിടുന്ന് കോഴിക്കോട് നിന്നോ കരിപ്പൂരോ പോണേ 5800 കിലോമീറ്റർ വേണം. ഇന്ത്യക്കാരൻ ചെല്ലാൻ പറ്റുമോ? ഇല്ല. അമേരിക്കക്കാരൻ ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഏഷ്യാവിന്റെ മക്കൾ, ഇന്ന് ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തി റഷ്യ, അവന്റെ കൂടെ കൊറിയ, അവന്റെ കൂടെ ചൈന, ഇവരെല്ലാം കൂടി ഇസ്രയേലിന്റെ വളയും അമ്മാമ്മേ. അതിന്റെ പ്രത്യേകത, അയോണ്ടോം അനങ്ങത്തില്ല, ഡേവിഡ് സ്ലിംഗ് അനങ്ങത്തില്ല, അത് കഴിഞ്ഞ് ആരോ മിസൈൽ അനങ്ങത്തില്ല, സ്പാരോ മിസൈൽ അനങ്ങത്തില്ല, അവന്റെ ബറാക്ക് മിസൈൽ അനങ്ങത്തില്ല. നാടൻ ഭാഷയെ പറഞ്ഞാൽ അവൻ ഞെരുങ്ങും അച്ചായ. ജേക്കബ് പാസ്റ്റർ സ്വോത്രം. അതാ സൈന്യങ്ങൾ യെരൂശലേമിനെ വളയുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. അന്നൊരു സംഭവം നടക്കും. അതിനു മുമ്പ് നമ്മുടെ നിലമ്പൂരിൽ ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി പ്രസംഗം വായിക്കാം. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന, ഒരിക്കൽ കൂടി അന്തിമയുദ്ധ യെരൂശലേമിലേക്ക് വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. കർത്താവിന്റെ ദിവസം വരാൻ പോകുന്ന ഡേ ഓഫ് ലോർഡ്. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? കുവൈറ്റ് യുദ്ധം വന്നപ്പോ നിലമ്പൂരി എന്തോ ഒരു നിലവിളിയായിരുന്നു. സന്തോഷമില്ലല്ലോ? ഇപ്പോഴും നിലവിളിച്ചു. പ്രശ്നങ്ങളൊക്കെ ഭയങ്കര രൂക്ഷ. നാളെ കൂടെ നോക്കാം. ട്രംപ് ചൈന വന്നിട്ട് ഒരു കരാർ ഉറപ്പെടണമെന്ന് ഞാനും പ്രാർത്ഥിക്കുക. വെടിനിർത്തൽ തീരാൻ. സന്തോഷമില്ലല്ലോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ടെർമിനേഷൻ. പെൺപിള്ളേർക്ക് സന്തോഷമില്ല. പണ്ടാരോ പാണ്ടികൾ എനിക്ക് ഉണ്ടേലെന്താ, എനിക്ക് ഇല്ലേലെന്താ, എൻ്റെ അച്ചായം ഗൾഫിലാണെന്ന്. സ്വോത്രം. ടെർമിനേഷൻ ആണെന്ന് നാട്ടിൽ വരും. 50% UAE ഫാമിലികൾ മുഴുവൻ പോയി. സ്വോത്രം. ഇവിടെ ബിസിനസ് എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ. നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു കുവൈറ്റ് യുദ്ധം വന്നതുപോലെ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചോണം. ദാ കിടക്കുന്നു. ഇസ്രയേലിന്റെ അയൺഡോമൊന്നും അനങ്ങത്തില്ല. അതാ അവർ നിലവിളിക്കാൻ തുടങ്ങും. പാളയത്തിനകത്ത് ദൈവം അവരെ കൈവിടുമോ? എന്നിട്ട് ആദ്യജാതനെ ചൊല്ലി വായിച്ചോട്ടെ മോളെ. തങ്ങൾ അതിന്റെ മുമ്പ് ആദ്യജാതനെ ചൊല്ലി വായിച്ചോട്ടെ.
ആദ്യ അതിന്റെ മുമ്പിലത്തെ വാക്യം വായിച്ചാട്ടെ. കുത്തിയവന്റെ മുമ്പിലേക്ക് അവരെന്താ ആദ്യജാതനെ ചൊല്ലി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അവിടെ നില്ല അവിടെ മോളെ. ആ ഏകജാതൻ, ആദ്യജാതൻ, നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞിന്, മൂത്ത കുഞ്ഞിന് രോഗം വന്ന അപ്പച്ചനും അമ്മച്ചിയും പായിരുന്ന് കരയും, കർത്താവേ ഞങ്ങൾക്ക് ആദ്യം തന്ന കുഞ്ഞാന്നേ ദൈവമേ, കുറച്ച് ആയുസ്സൂടെ കൊടുക്കണമെന്ന്. അതുപോലെ യഹൂദൻ കരയുന്നൊരു ദിനം വരും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം കുത്തിയവങ്കലേക്ക് വായിച്ചിട്ട് മോളെ. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ മൂത്ത കുഞ്ഞിനെ കുറിച്ച് നിലമ്പൂര് വലിയ രോഗം വരുമ്പോ അപ്പനും അമ്മയും പായിട്ട് കരയും. സഭയ്ക്കകത്ത് പ്രാർത്ഥന, ഇടിവിൽ നിന്ന് പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥിക്കും. അതുപോലെ യഹൂദൻ കരയും. അടുത്തത് അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അവനെ കുറിച്ച് വ്യസനിക്കും. അടുത്തത് അവർ അടുത്ത വാക്ക് അന്നാളിൽ മെഗിദ്ദോ താഴ്വരയുള്ള അതിന്റെ മേളിൽ അവർ കുത്തിയവങ്കലേക്ക്. ഏത് വാക്കാത്? തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. കരമുയർത്തുന്നവർക്കായി തങ്ങൾ കുത്തിയിട്ടുള്ളവലേക്ക്. ഇതാ നമ്മുടെ പ്രസംഗത്തിന്റെ കാതലായ. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് യഹൂദൻ നിലവിളിച്ചു. മത്തായി 27-25 ആദ്യ ദിവസം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ. അമ്മാമ്മ ഇത് കേട്ടാട്ടെ. യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്ക്. പച്ച പൈൻമരത്തിന്റെ കുരിശിനകത്ത് ലംബം തിരച്ചീര, 156 മുള്ളുള്ള കിരീടം, 39 അടികൾ. എന്താ സംഭവിച്ചത്? ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു. യേശു നിലവിളിച്ചു, ഏലീ ഏലീ ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി സകലത് നിവർത്തിയായി ടെറ്റലസ്റ്റായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കയ്യിൽ കൊടുത്തു, ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും അടിയെങ്കിൽ യഹൂദൻ ആ കുത്തിയവങ്കലേക്ക് നോക്കുന്നതിന് മുമ്പ് നിലമ്പൂരിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കരമുയർത്തുന്നവർക്കായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി, ഒരു രാത്രി കൂടി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയിലെത്തിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി കേട്ടിട്ട് അധിക ദിവസം ഇനി കാലം മുമ്പോട്ടില്ല. കാടില്ല, കാറിനകത്ത് കയറി കമ്പ്യൂട്ടർ ഞെക്കി ഐസ്ക്രീമും അൽബകാമും കുഴിമന്തിയിൽ നിന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട. ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട അന്ത്യകാലമാ. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. സ്വന്തം ജനത്തെ കൈവിടുമോ? പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒരു എബ്രായൻ. അപ്പോൾ യഹൂദന്റെ കണ്ണുനീരിന് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. വായിക്കാം. സഖറിയാ പ്രവചനം 13:1. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും, നമുക്കല്ല ദാവീദ് ഗൃഹത്തിലും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. യഹൂദന്റെ നിലവിളിക്ക് ഉറവ തുറക്കുക. ഇന്ത്യക്കാരെയാ. സ്വന്തം ജനത്തെ അവൻ കൈവിടുമോ? ഇല്ല. പൗലോസ് പറഞ്ഞു, ഞാനും ഒരു എബ്രായൻ. അങ്ങനെയെങ്കിൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് യേശുവിന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടാൻ പോകുന്നു. പ്രസംഗം അവസാനിക്കത്തില്ല. 4 കാര്യം കൂടെ പറയുമ്പോൾ കറക്റ്റ് ടൈം, ആക്യുറേറ്റ് ആയി. പ്രസംഗം തീരുന്നതുമില്ല. എസെക്കിയേലിന്റെ ഒരു ഭാഗമേ ഈ രാത്രി പറയത്തുള്ളൂ. സഖറിയാവിന്റെ എത്ര ഭാഗം കിടക്കുന്ന മുൻപോട്ട്, 3rd വേൾഡ് വാർ, ആഫ്റ്റർ എഫക്ട്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറക്കും. അവർ കുത്തിയങ്കലേക്ക് നോക്ക്. നാദാ തെറ്റിപ്പോയി മശിഹായേ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ആ പടക്കൂട്ടങ്ങൾ ഞങ്ങൾക്കെതിരെ പാഞ്ഞെടുത്തിരിക്കുന്നു, ഞങ്ങൾ തകരാൻ പോകുന്നു. അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടാൻ പോകുന്നു. ഇന്ന് രാത്രി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുക്കുക. നമ്മുടെ ദൈവമാരാ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇവിടെ നിലമ്പൂരിൽ അനവധി ആശുപത്രികൾ, DDRC മെട്രോ സ്കാൻസ്, അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യും? പല്ല് ചെക്ക് ചെയ്യും, കണ്ണ് ചെക്ക് ചെയ്യും, കാല് ചെക്ക് ചെയ്യും, ബ്ലഡ് ചെക്ക് ചെയ്യും, തലമുടി ചെക്ക് ചെയ്യും, DNA എല്ലാ ടെസ്റ്റും എടുക്കും. കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലാഭമുണ്ട് സഹോദര, സിസ്റ്റർ, ബ്രദർ. അതാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. സന്തോഷമില്ലല്ലോ? ഇസ്രായേലിന്റെ നാഥൻ മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ഞായറാഴ്ച ചർച്ചിനകത്ത് പാടും, ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ. കരം ഉയർന്നില്ലല്ലോ. ഇന്ന് രാത്രി എന്താ അതിന്റെ സന്തോഷമെന്നറിയാം? യഹൂദന്റെ നിലവിളിക്ക് മുമ്പിൽ ഒരു സംഭവം നടക്കും. അവന്റെ കണ്ണുനീരിന് മുമ്പിൽ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. എന്താ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇവിടെ നിങ്ങളൊരു
കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഒരുവനുണ്ടായിരുന്നു, മോശ. കരമുയരുന്നില്ലല്ലോ. ഇസ്രായേൽ പാളയത്തിനകത്ത് എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പദ്ധതി വെച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അമ്മയും പെങ്ങളും കുറെ ദിവസം മോശയെ വളർത്തി. പിന്നത്തതിൽ മോശയുടെ പ്രത്യേകത എന്താ? കുഞ്ഞു വളർന്ന് ലാളാ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ പിടിച്ചവനെ ശരിയാക്കും. അപ്പൊ അമ്മയും കുഞ്ഞും കൂടെ, ഈ മോശയുടെ അമ്മയും പെങ്ങളും കൂടെ നല്ലൊരു ഞാങ്ങണപ്പെട്ടി പണിഞ്ഞു. പശയും കീലും തെച്ചു, മുലപ്പാൽ കൊടുത്തു. എവിടെ കൊടുത്തു? കുഞ്ഞിനെ എവിടെ കൊടുത്തു? നൈൽ നദിക്കകത്ത് ഒഴുകി വിട്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ. എന്നാൽ അമ്മയും പെങ്ങളും പ്രാർത്ഥിച്ചു. കുഞ്ഞ് ഉറങ്ങി കിടക്കും. അമ്മച്ചി, സഹോദരൻ ഇത് കേട്ടാട്ടെ. നൈൽ നദിക്കകത്ത് പെട്ടകമിങ്ങനെ തിരമാലയും വെള്ളത്തിനകത്ത് ആഞ്ഞപ്പോൾ മോശ ഒന്ന് കരയാൻ തുടങ്ങി. ചുറ്റുമിരുട്ട. അവന്റെ കണ്ണുനീര് വീണപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഫറവോന്റെ കൊട്ടാരത്തിൽ. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവന്റെ നിലവിളി ഇറങ്ങിയാൽ സ്വർഗത്തിന്റെ കരം കൊട്ടാരത്തിനകത്ത് ഇറങ്ങും. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് പോകാവൂ. മോശയെ നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. എന്താ അമ്മാമേ? 40 വർഷം ഇവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വർഷം അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കണം. അമ്മാമേ, 40 വർഷം ഇസ്രായേൽ ജനത്തെ അവൻ നടത്തണം. 120 വയസ്സ് കഴിയുമ്പോൾ അവന്റെ കയ്യിൽ ഒരു അഭിഷേകത്തിന്റെ വടി കിട്ടാൻ പോവുക. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തത്തിന്റെ വടി. അത് പിടിച്ചിട്ട് വേണം ചെങ്കടൽ വിഭജിക്കുക. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ചെങ്കടലിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തോണ്ട് വാഗ്ദത്തമുള്ള സഹോദരി, നിന്നെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പറഞ്ഞ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. പാലിയേറ്റീവാര് നിന്നെ തള്ളി. RCCയുടെ വാതിലുകൾ നിന്റെ മുൻപിൽ അടഞ്ഞു. കോഴിക്കോട് BMH തള്ളി. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ ഈ പുസ്തകം എടുത്ത് ദൈവത്തെ ആരാധിക്കുക. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പിൻപിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ പുരക്കകത്ത് തരുവോ? ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. കമോ, യേശുവിന്റെ നാമത്തിൽ നാളെ ഗ്രൗണ്ട് കാലിയ. കരമുയർത്തി പറയണ ക്യാൻസർ അല്ല വലുത് സിസ്റ്റർ. ഇന്ന് രാത്രി പറയണ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി എന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിക്കും. പെരിന്തൽമണ്ണ MES തള്ളു, മൗലാനായി മൽഷിബയും തള്ളു. അവര് പറയും അച്ചായൻ അനസ്തേഷ്യ കൊടുത്താൽ ഡെഡ് ബോഡി അടക്കി കൊണ്ടാൽ മതി. ഇന്ന് രാത്രി മൗലാനയുടെ വാക്കല്ല, MESന്റെ വാക്കല്ല. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവുന്നു? നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോ, നിന്റെ തുണ്ട് പേപ്പർ വചനത്തിനകത്ത് എഴുതി വെച്ചപ്പോ, ദൈവദാസന്മാർക്ക് വേണ്ടി നീ ഇടിവിൽ നിന്നപ്പോ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്രാർത്ഥന, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി മടങ്ങി വരുന്നത് വരെ ഒരു ഹാർട്ട് അറ്റാക്കിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കരമുയർത്തുന്നവർക്കായി കമോ, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി നിലമ്പൂരിലും എടക്കരയിൽ നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, the kindness of the mercy of the God is never gone. കരം തട്ടി കർത്തർക്ക് മഹിമായി. ഇന്ന് രാത്രി സിസ്റ്റർ, സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ആരാ നിന്റെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതല്ല ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഈ രാത്രി അച്ചായ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, മാമ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി ആകാശത്ത് കയറിയാലും അവന്റെ കരം തേടിയെത്ത്. ഇന്ന് രാത്രി വയനാട് മുണ്ടക്കയും ചൂരമലയും തകരട്ടെ, പോത്തുകല്ലും ചാലിയാറും തകരട്ടെ. ഇന്ന് രാത്രി കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്കായി നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. 40 ഡിഗ്രി സെന്റിഗ്രേഡ് ഇവിടെ ചൂട് വരട്ടെ, മാളത്തിലിരിക്കുന്ന പാമ്പറങ്ങട്ടെ. ഇന്ന് രാത്രി പറ, സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ടും പെരുമ്പാമ്പിനെയും മരിച്ചുകളെ. കരമടിച്ച് കർത്തർക്ക് മഹിമായി. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ സിംഹങ്ങളോട് ഇന്ന് രാത്രി ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്ത്. ബാലസിംഹങ്ങൾ വിറകിട്ടാതെ വിശന്നിരിക്കുക. എന്നാൽ നിലമ്പൂരിൽ യഹോവയെ അന്വേഷിക്കുന്ന എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തി അച്ചായ, അമ്മാമ്മയെ പഠിക്കുന്ന മോനെ, മോളെ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. ഈ രാത്രി ദൈവകരം തീർന്നില്ല. അപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മക്കളെങ്ങാനും ചാലിയാറ് കുളിക്കാൻ വരുമോ? സന്തോഷമില്ലല്ലോ. പിണറായി വിജയ സാറിന്റെ മക്കൾ വരുമോ? മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? വാഗ്ദത്തമുള്ളവന്റെ കണ്ണുനീര് സ്വർഗം കണ്ടപ്പോൾ
പറവോന്റെ പുത്രിയെ കുളിക്കടവിൽ അയച്ചവനാ എൻ്റെ കർത്താവ്. ഇന്ന് രാത്രി വിശ്വസിച്ചോണ്ടേ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങാവൂ. തിരുവചനം വായിക്കണം. കേരള യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ മൊത്തം ഞാൻ ചവച്ചു കുടിച്ചതാ. മാത്യു പാസ്റ്റർ, ഒരമ്മ സ്വന്തം കുഞ്ഞിന് മുലപ്പാല് കൊടുത്തിട്ട് മാസാമാസം ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്ത്. കരമുയർത്തുന്നവർക്ക് അതുകൊണ്ട് പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ കൈവിടത്തില്ല. അന്നാളിൽ ഇതാ കാന്തന്റെ വരവ്. 4 വാക്യം വായിക്കുമ്പോൾ നിർത്താം. സെക്കരിയ പ്രവചനം 14:4-5 ഇതുകൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി വായിച്ചോട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അതാ ബ്ലസ്സിംഗേഴ്സ് പാട്. ഒലിവ് മല ഒരുങ്ങി കഴിഞ്ഞു. പ്രാണപ്രിയൻ എവിടാന്നോ എന്തോ പാട്ടൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ പാട്ടെല്ലാം തീ പോലെ ഇറങ്ങണേ, കാറ്റ് പോലെ അടിക്കണേ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തീയൊക്കെ ഇറക്കാം. വചനമില്ല തീ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. അയ്യോ, തീ ഇറക്കുന്ന ആൾക്കാരെ ഒന്നും വിളിക്കരുത്. ഡൽഹിയിൽ നിന്ന് പുരയിടം കൂടെ എഴുതി കൊടുക്കേണ്ടി വരും. പ്രാർത്ഥിച്ചോണ്ടാൽ മതി. പാസ്റ്റർമാർക്ക് പ്രത്യേക വാണി. ഇത്രയൊക്കെ കേട്ടാൽ മതി. സന്ദേശില്ലല്ലോ, മാറ്റി ചിരിക്കണ്ട. ഇതൊക്കെ പറയും. ഇങ്ങനെ കിട്ടുമ്പോഴേ അതുകൊണ്ടല്ലേ പാസ്റ്റർമാരെടുത്ത് ദൂരോട്ട് മാറിയിരിക്കുന്ന ഉടുപ്പെ പിടിക്കാതിരിക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കി കൂടെ കേട്ടാട്ടെ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. റിഫ്റ്റ് വാലി. അവിടെ നിൽക്കട്ടെ മോളെ. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇന്ന് ഇസ്രായേലിന്റെ യെരൂശലേമിൽ പർവ്വതനിരയിൽ ഒരു റിസോർട്ടേ ഉള്ളൂ, 7 ആർച്ച് റിസോർട്ട്. എല്ലാവരും കേൾക്കണം. 2009 ബൈബിളും ചരിത്രവും. അതിനകത്ത് 2009 ഹിൽട്ടണ് ഷെറാട്ടനും വന്നു. ഏറിയൽ ഷാരോൺ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾക്ക് 100 വർഷത്തേക്ക് പാട്ടം തരണം, ഞങ്ങൾക്കൊരു റിസോർട്ട് പണിയണം. അപ്പൊ ഷാരോൺ പറഞ്ഞെടുത്തോളാൻ. നിലമ്പൂരിൽ വീട് പണിയാൻ അല്ല, നമ്മുടെ ഇവിടെ വീട്ടിക്കുന്ന് വീട് പണിയാൻ എന്തോ വേണം? ആശാരി, മേശിരി, ഇതൊക്കെ മതി. പക്ഷേ എടക്കരയും നിലമ്പൂര് വലിയ ബിൽഡിംഗ് പണിയാൻ പൈലിങ് ചെയ്യണം. മനസ്സിലാകുന്നവർക്കായി ഭൂമി. അപ്പൊ പൈലിങ് ചെയ്തപ്പോ ചെറുപ്പക്കാര് ഒരു കാഴ്ച കണ്ടു. ഒലിവ് മല പിളർന്നിരിക്കുന്നു നെടുകെ. അവര് പറഞ്ഞ പൈസ മേടിച്ച സ്ഥലം വിടാൻ. ഇന്ന് രാത്രി മൊബൈൽ ചെക്ക് ചെയ്യണം. ലോകത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി, ഭൂമിയുടെ ചരിത്രം, അടുക്കിക് മൈനിങ് ജിയോളജി, ഭൂമിയുടെ സാൻഡ് പരിശോധിക്കുന്ന കമ്പനിയാ ഹാൽക്രോ. ലോകം മൊത്തം ഉണ്ടാവുമാര്. അവരെ വിളിച്ചു. അവരൊരു ക്യാമറ ഇട്ടു. ക്യാമറ ഇട്ടപ്പോൾ ഒലിവുമലയുടെ അടി മുരൾച്ച. അപ്പം പറയും, പാസ്റ്റർ പറയുന്നത് ശരിയാണെന്ന്. നമ്മുടെ PCG ചർച്ച ഇച്ചിരി മേളിൽ നിൽക്കുക. ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ട് പാസ്റ്റർ ഒരു വയർ കൊടുത്ത് ലാപ്ടോപ്പ് കൊടുത്താൽ റോഡേ പോകുന്ന എല്ലാവരെയും കാണാം. കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ക്ലിയർ ആക്കി തരാം. അങ്ങനെയെങ്കിൽ അതിട്ടപ്പോൾ ഒരു സംഭവമുണ്ട്. അവിടെ മുരൾച്ച. ക്യാമറയെ വലിച്ചൂരി അവർ സ്ഥലം കാലിയാക്കി. കാന്തന്റെ വരവിന് വേണ്ടി ഇന്ന് അവിടെ മുരൾച്ച തുടങ്ങി. ഇവിടെ നമ്മുടെ നിലമ്പൂരി കയ്യടി പോലും തുടങ്ങിയിട്ടില്ല. സ്വോത്രം. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു താഴ്വര. അതിന്റെ ബാക്കി മലയുടെ ഒരു പാതി 6000 കിലോമീറ്റർ ഭൂകമ്പം ഉണ്ടാവുമെന്ന് വായിച്ചട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ദാ കിടക്കുന്ന മലകളുടെ താഴ്വരയുടെ അവസാന ഭാഗം വാസൽ. എവിടെ മോളെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ മതി. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ 6000 കിലോമീറ്റർ ഭൂമി പിളരും കാന്തന്റെ വരവിൽ. അപ്പൊ ഇസ്രായേൽ ദേശത്ത് ഒരു ഭൂകമ്പം നടക്കുമോ? 3 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താം. എസെക്കിയേൽ 38:19-20 വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരം ഉയരുന്നില്ലല്ലോ, ചെറിയ ഭൂകമ്പമല്ല. യേശുപ്പച്ചൻ പറഞ്ഞ എന്തുവാ? ഭൂകമ്പം, ക്ഷാമം. ഇത് എസെക്കിയേൽ ഗ്രേറ്റർ എർത്തിക്വക്ക്, 6000 കിലോമീറ്റർ വലിയ ഭൂകമ്പം. അടുത്ത വാക്ക് എന്നും ഞാൻ എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അതാ TPM-ന്റെ പെയ്ത്തവും ചക്കാലക്കുത്ത് പോത്തുകല്ല്. നിലമ്പൂരിൽ TPM-ന്റെ മുമ്പിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിന്റെ കോപ ദിവസം. കര ഉയരുന്നില്ല ലജ്ജയ. ബാക്കി TPM-ന്റെ ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ട് 2 കാര്യം പറഞ്ഞ് ഇന്ന് നിർത്താം. അടുത്ത വാക്ക്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും എല്ലാ കപ്പൽ പടയും തകരും ഈ ഭൂകമ്പത്തെ. സമുദ്രത്തിലെ മത്സ്യം, ആകാശത്തിലെ പറവയും. മോളെ, അയിലേം ചാളയുമല്ല, സമുദ്രത്തിനകത്ത് സുനാമി വരും. കപ്പലുകളെല്ലാം മറിയും. ആകാശത്തിലെ പറവ, പരുന്തും കഴുകനുമല്ല, സകല വിമാനങ്ങൾ താഴെ പതിക്കും ഭൂകമ്പത്തിൽ. റൺവേ എല്ലാം കട്ടായി പോകും. അടുത്തത് കാട്ടിലെ മൃഗവോ. കാട്ടിലെ
മൃഗം, ആ കടുവായും പുലിയല്ല, സകല തീവ്രവാദികളും IS മാവോയിസ്റ്റുകളും എല്ലാം കാട്ടിൽ നിന്ന് പുറത്തെയാടും. അടുത്തത് നിലത്തിഴിയുന്ന ഇഴജാതിയൊക്കെയും BSF CISF പട്ടാളക്കാരെ ഈ ഭൂകമ്പത്തിൽ കിടങ്ങിനകത്ത് വീഴും. ചേരയും പാമ്പും അല്ല, നിലത്തിഴിയുന്ന ഇഴജാതികളും. അടുത്ത വാക്ക് ഭൂതലത്തിലെ സകല മനുഷ്യരും, ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ കോപ ദിവസം അത് കണ്ടിട്ട് ആമോസ് പ്രവാചകൻ ഒരു വാക്കെഴുതി. വായിക്കാം, ആമോസ് 4:12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കൺവെൻഷനകത്ത് നോട്ടീസ് വെച്ചിട്ട് കാര്യമില്ല. ഇതാ ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രി ഒരിക്കൽ കൂടി 2 കാര്യം പറഞ്ഞ് നിർത്താം. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് സഭയെ ഞാൻ കാക്കും. കരമുയരുന്നില്ലല്ലോ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്ഥാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറയാം, ബാക്കി മറ്റൊരിക്കൽ. ഒരു 4-5 മിനിറ്റ് സമയം, പിന്നെ പാട്ടും പാടുന്ന 2 കാര്യം പറയാനുണ്ട്. അതിനുശേഷം എന്താ ഈ ഭൂകമ്പത്തിൽ എന്ത് നടക്കും? ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമ നാഗസാക്കി പാലത്തിൽ നിന്ന് വീണവനെ പിടിക്കാൻ കയറിറക്കിയപ്പോൾ റേഡിയേഷൻ. അങ്ങനെയെങ്കിൽ ലോകമാസകലം ഒരു ഭൂകമ്പം ഉണ്ടായാൽ നിലമ്പൂർ എന്ത് നടക്കും? വായിക്കുന്നു എസക്കേൽ 39:14-15 വാക്യങ്ങൾ. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന്, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. കിടക്കുന്ന ഡെയിലി വേജസിന് ആളെ വരുത്തുവന്ന് പണ്ട് ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ പാസ്റ്റർക്ക് തലയ്ക്ക് ചൂടാന്ന്. കോവിഡ് കാലത്ത് അച്ചായന്റെ അമ്മമ്മയുടെ ഡെഡ് ബോഡി അടക്കാൻ 6 ചെറുപ്പക്കാർ, സന്തോഷമില്ലല്ലോ, കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ നിന്ന് ചൊവ്വായി പോകുന്നുള്ള ഷൂട്ടും കോട്ടും ഇട്ട് വന്നെന്ന്. ഡെയിലി വേജസ് ശവ അടക്കം ആള് വരുമെന്ന്. നടന്നില്ലയോ കേരളത്തിൽ? കാനഡക്കാരൊക്കെ ബന്ധുക്കാരുണ്ട് കര ഉയർത്തണ്ട. കോവിഡിന്റെ വകഭേദം കാനഡയിൽ, മനസ്സിലാകുന്നവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോണം. ചെസ്റ്റ് വൈറസ് കാനഡയിൽ ആശുപത്രി മൊത്തം ഫുള്ള്. ഇന്നലെ രാത്രി ഞാൻ പഠിപ്പിച്ച മെക്കാനിക്കൽ എഞ്ചിനീയർ കാനഡ ടൊറന്റോയിൽ, ഞാൻ അവിടെ പോയിട്ടില്ല. രാത്രി സണ്ണിച്ചാൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ അവ എന്നെ വിളിച്ചിട്ട്, അങ്കിളെ മൊബൈലിൽ മുഴുവൻ അലർട്ട്, ചെസ്റ്റ് വൈറസ് 3 എണ്ണം മരിച്ചെന്ന്. മനസ്സിലാകുന്നവർക്കായി മാസ്കും വെച്ചോളാൻ. നിലമ്പൂരിലെ മാസ്ക് ശോശാമാമ കളഞ്ഞു, ചിന്നമാമ സാനിറ്റൈസർ എടുത്ത് റബ്ബർ മറവിനോടും കത്തിച്ചു. മനസ്സിലാകുന്നവർക്കായി ഇതൊക്കെ അന്ത്യകാല സംഭവം. ഇന്ന് രാത്രി കാനഡക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, യോഗം കഴിയുമ്പോൾ വിളിച്ചു വരും. സജു ചാത്തന്നൂർ പറഞ്ഞു കാനഡയിൽ ആശുപത്രിയെല്ലാം ഫുള്ളായി ചെസ്റ്റ് വൈറസ് കോവിഡിന്റെ മറ്റൊരു വകഭേദം കാനഡ, 3 പേർ മരിച്ചു. അന്ത്യകാലമാ. യൂദാ പറഞ്ഞില്ലേ പാസ്റ്റർമാരെ വീഴാതിരിപ്പാൻ? കര ഉയരുന്നില്ലല്ലോ ജയ സ്വോത്രം. ഇതെല്ലാം ഇവിടെ നടക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? ശവമടക്കാൻ. ഇന്ന് ഗാസയിലെ ശവമടക്ക്, അത് കഴിഞ്ഞിട്ട് ഇറാന്റെ യുദ്ധം, റഷ്യയിലെ ശവമടക്ക്, ഉക്രൈൻ കാണണം. മനോരമ ചാനൽ, മീഡിയ 1, നിഷാദ്, ഏഷ്യാനെറ്റ്, അളകനന്ദ, 24 ചാനൽ, PP ജെയിംസ്, അവരെല്ലാം എനിക്ക് നേരിട്ടറിയാവുന്ന സ്വോത്രം. അവരെല്ലാം ശവമടക്കം അടിച്ചാൽ മതി, കാണാം. വഴിയരികെ ശവം കിടപ്പുണ്ടെന്ന് സ്വോത്രം. ഗാസ കഴിഞ്ഞിട്ട് ശവത്തെ ആരടക്കും? വായിച്ചാട്ട് അടുത്ത വാക്ക് വായിച്ചാട്ട്. 7 മാസം കഴിഞ്ഞ ശേഷം പരിശോധന കഴിക്കും. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ, ഈ ആറ്റം ബോംബ് പൊട്ടിയാൽ അവന്റെ എലുമ്പ്, തമിഴ് പറഞ്ഞ അവന്റെ എലുമ്പ് ആരും തൊടത്തില്ലെന്ന്. അതാ ഞാൻ ഹിരോഷിമ നാഗസാക്കി പറഞ്ഞ് വീണവന്റെ ശരീരത്തിൽ തൊട്ടപ്പോ റേഡിയേഷൻ ഉണ്ടായി പാസ്റ്റർ. മനസ്സിലാകുന്നവർക്കായി ഒരു ശരീരം കിടന്ന് ആരും തൊടത്തില്ല. അടുത്തവിടെ കേട്ടോട്ടെ അമ്മ. അടുത്തത് സഞ്ചരിക്കുന്നവർ, അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ. അച്ചായന്റെ സൂട്ടും കോട്ടും കാണത്തില്ല. കോവിഡ് കാലത്ത് ചൈനയെ കടന്ന് അമേരിക്കയെ കടന്ന് കുഴി കൊണ്ട് തള്ളി. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. ഷൂട്ടും കോട്ടും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാ ബൈബിള് പറയുന്നത്, മനുഷ്യ നീ നിന്റെ ശരീരത്തിൽ പ്രശംസിക്കുന്നത് എന്ത്? നിന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് ഇതെല്ലാം വെള്ളത്തിലെ നീർക്കുമിള പോലെ തീർന്നു പോകും.
ക്ലിയർ. നീ നക്കരനാട്ടിക്കാരൻ രക്ഷയുടെ ടിക്കറ്റ് മേടിച്ചോണം. അടുത്ത വാക്കൂടെ വായിരുമോളെ. അതിനരികെ ഒരു അടയാളം വെക്കും. അതിനരികെ ഒരു അടയാളം വെക്കും. ആരും തൊടത്തില്ല. വണ്ടി കേടായാൽ 2 പുല്ലും പൂവും വെക്കും. പാൻഡിലോറി കേടായി നിലമ്പൂരി കിടക്കുന്ന പോലെ ഒഴിഞ്ഞു മാറിക്കോളാം. അടുത്ത വാക്ക്. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. പോത്തുകല്ലിലെ പുഴയെ കൊണ്ടുപോയി അടക്കം ചെയ്യുമെന്ന്. ബാക്കി ഇവിടെ കേട്ടാട്ട് CSI സെമിത്തേരി കേട്ടതിലെ പെന്തിക്കോസിന്റെ സെല്ലിലും. ഞാൻ വരുന്നത് കൊല്ലം ജില്ല ചാത്തന്നൂരിന്നാ. അവിടെയാ പിന്നെ എന്താ ഇവിടെ പുറ്റിങ്ങൽ നല്ല ദുരന്തം. പൊട്ടാസ്യം നൈട്രേറ്റാ പൊട്ടിയത്. 136 പേരാ ചിതറിയത്. ശരീരഭാഗങ്ങൾ പരവൂര് കൊണ്ട് കുത്തി. നമ്മുടെ വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചത് ബട്ടിക്കോലവ ക്ലസ്റ്റർ ബോംബാ. 6 മാസം അവൻ്റെ ശരീരം കിടന്ന് BBC കാണിച്ചു. പൊക്ലൈനർ ഫോർക്ലിഫ്റ്റ് കൊണ്ടുവന്ന ജാബിനെല്ലാം കടലിടുക്കി കൊണ്ടുവന്ന് റേഡിയേഷനേക്കാതെ അളക്കിയത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ആറ്റം ബോംബ്, ഈ കെമിക്കൽ വെപ്പൺ പൊട്ടിയാൽ നിങ്ങളുടെ ശരീരം ആരും അടക്കത്തില്ല. റേഡിയേഷനേക്കാതെ കോഴിക്കോടോ ചാലിയാർ പുഴയിലോ പോത്തുകല്ലിലോ കൊണ്ടുപോയി വെള്ളത്തിനകത്ത് കുത്തിത്താക്കും. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ പ്രസംഗം. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, പാസ്റ്റ് വരത്തില്ല, മെത്രാൻ വരത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. ഇന്ന് രാത്രി RIP കിട്ടത്തില്ല. വഴിയരികിൽ വീടുന്നവന്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ടുപോയി കുത്തിത്താക്കുന്ന ഒരു കാലം വരാറായി. ഇന്ന് രാത്രി വീട്ടിൽ കുത്തുന്നു. രക്ഷാദിവസം. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. എത്ര സമയമായി പ്രസംഗം തുടങ്ങിയിട്ട്? സന്തോഷമില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചോ. ഇന്ന് രാത്രി ഞാൻ നിലമ്പൂരിൽ നിന്ന് തിരിച്ചു പോവാം. ഈ നിലമ്പൂരിലെ ദൈവദാസന്മാരും കേൾക്കാൻ വേണ്ടിയാ. ഇവിടുന്ന് ഒരു സഹോദരൻ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരു വാക്കിടും. ഞാനല്ല പോസ്റ്റ് ചെയ്യുന്ന, എൻ്റെ വീഡിയോയും ഇല്ല. തവള കരയുന്ന പോലെ സജു ചാത്തൻ്റെ ഒരു കരയുന്നെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയുക, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വോക്കൽ കോഡ് AG തിരുവനന്തപുരം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊട്ടി രക്തം വന്ന്. അതിനുശേഷം എൻ്റെ സൗണ്ടിന് വേരിയേഷൻ വന്ന്. നിലമ്പൂരിന്ന് പോസ്റ്റ് ഇടുന്ന സഹോദരനോട് അവസാനം പറയുക, നീ മാനസാന്തരപ്പെട്ടില്ലേ? ദൈവത്തിൻ്റെ കാര്യം. സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഞാൻ 801 പഞ്ചായത്തിൽ പ്രസംഗിച്ചു. ഇപ്പോൾ പുൽപ്പള്ളി AG, മലബാർ AGയുടെ അനീഷ് അയ്പ എന്നെ കൊണ്ടുപോയി പുൽപ്പള്ളി പ്രസംഗിച്ചത്. കർത്താവിൻ്റെ വരവ് പുള്ളിയുടെ ആഗ്രഹമുണ്ട്. അത് 801 പഞ്ചായത്തിൽ. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും ഇല്ല, കേരളത്തിൽ 2 വിശുദ്ധന്മാരേ ഉള്ളൂ. ഒരാൾ മലപ്പുറത്തും ഒരാൾ കൊല്ലത്തും. അതിലൊരുത്തൻ നിലമ്പൂരാ. ഇന്ന് രാത്രി കേട്ടോണം, മാന്യമായിട്ട് കേട്ടോണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനേ കോഴിക്കോട് IPC പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത്. സ്വോത്രം. അന്നിവിടെ നിലമ്പൂർ സുവിശേഷകരായ ടൈറ്റസ് പാസ്റ്റർ IPCയിലെ അദ്ദേഹവും ചീരാൻ ജോയിച്ചാനും ജോസ് തോമസ് കൂടെ എന്നെ അന്ന് രാത്രി ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടത്. സ്വോത്രം. മനസ്സിലാക്കണം സ്റ്റേജിൽ പ്രസംഗിക്കുന്നവൻ്റെ വേദന. നീ വീട്ടിൽ നിന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. പിറ്റേന്ന് എനിക്ക് 5 അസംബ്ലീസ് കൂടി പ്രസംഗിക്കണം. എൻ്റെ സഹോദരി വെളിനാട്ടിലാണ്, ബോഡി മോർച്ചറി ഇരിക്കുക. AGയുടെ സെക്ഷൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ മരിച്ചോര് മരിച്ച് ഇന്ന് പ്രസംഗിക്കണമെന്ന്. സ്വന്തം അമ്മയുടെ ബോഡി മോർച്ചറി ഇരിക്കുമ്പോൾ മാത്യു പാസ്റ്റർ ഞാൻ പോയി AG അഞ്ചലിന് വേണ്ടി പ്രസംഗിച്ചതാ. അച്ചായ ഇതൊന്നും അറിയുന്നില്ല ജേക്കബ് അച്ചായന്മാർ, ഇതെല്ലാം പ്രസംഗം ഇട്ടുകൊണ്ടിരിക്കുക. മാത്യു പാസ്റ്ററിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഇന്നലെ ഏതാ പറഞ്ഞത്, കൽപ്പറ്റ, ബാണാസുര സാഗർ, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ മരിച്ചുപോയി. അവർ പെട്ടെന്ന് വരാൻ പറഞ്ഞു. യോഗം മുടക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു മോർച്ചറി വെക്കാൻ പറഞ്ഞു. പിറ്റേന്ന് അട്ടപ്പാടി അകളി പ്രസംഗിക്കണം. അവിടുത്തെ പാസ്റ്റർ എന്നെ ട്രാൻസ്പോർട്ടിൽ കയറ്റി വിട്ടത്. മാത്യു പാസ്റ്ററിന് ഭാര്യ വിട്ടിരിപ്പുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറിപ്പോയത്. മോള് ഇവിടെ ഇരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കണം. നിലമ്പൂരി ഇരിക്കുന്ന വിശുദ്ധന്മാരോട് ഒരു കാര്യം പറയാം. പല പ്രാവശ്യവും എറണാകുളത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയണം ഈ മാന്യന്മാരോട്. എല്ലാവരും ഒന്നുമില്ല, ഞാനിനി വന്നില്ല, 2-3 പേരുണ്ട്. ഈ എറണാകുളത്ത് 4 വേ പോകുന്ന ലോക്കൽ ട്രെയിന് പലപ്പോഴും കല്ലെറിയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു പയ്യൻ അവൻ ലോക്കൽ ട്രെയിന് കല്ലെറിഞ്ഞ് വളരെ സന്തോഷമായി, അവൻ മെച്ചുവറായി. ജേക്കബച്ചായ അങ്ങനെ ഇരുന്നപ്പോഴാണ് വന്ദേ ഭാരത് വന്ന്. സന്തോഷമില്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ വന്ദേ ഭാരതിൻ്റെ മണ്ടക്കിട്ട് ഒരു എറിയം കൊടുത്തു. സ്വോത്രം. അതിനകത്ത് ക്യാമറ ഉള്ളവരെ പുള്ളി അറിഞ്ഞില്ല. അമ്മാമെ തൂക്കിക്കൊണ്ടുപോയി. ഇന്ന് വരെ എറണാകുളത്ത് വന്നിട്ടില്ല. ആവശ്യമില്ലാതെ കാര്യങ്ങൾ അറിയാതെ നീ വിശുദ്ധനാന്ന് പറഞ്ഞ്, എടാ കുഞ്ഞെ നീ നിലമ്പൂരി ഇരുന്ന് ബൈബിള് വായിക്ക്. നീ നല്ലതുപോലെ ബൈബിള് വായിക്ക്. ഞങ്ങളെപ്പോലുള്ളവരെ നോട്ടുകൾ അങ്ങോട്ട് എഴുത്. വീട്ടിൽ ഇരുന്ന് പ്രസംഗം തയ്യാറാക്ക്. അല്ലാതെ വല്ലവൻ്റെ വീഡിയോ കണ്ടിട്ട്
യോസഫിന്റെ മുണ്ട് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ കിട്ടിയോല് അതും വെച്ച് നിലമ്പൂരി നീ അടിച്ചാൽ നിന്റെ കാര്യം പോക്കാം. ഇത് ഞാനേ പറയത്തുള്ളൂ. സ്വോത്രം. സന്തോഷമായിട്ടില്ല. സ്വോത്രം. ഇന്ന് രാത്രി മാത്തിപ്പാസ് ഒരു 14 രാത്രി അവൻ ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കാമെങ്കിൽ 10 സെന്റ് വസ്തു ഞാൻ കൊടുക്കാം. സ്വോത്രം. നീ ഒരു രാത്രി പ്രസംഗിക്കത്തില്ല. സ്വോത്രം. 3/4 മണിക്കൂർ പ്രസംഗത്തില്ല. ആശാരി പറഞ്ഞോളെ നിന്റെ ഏപ്പാട് മനസ്സിലാകുന്നവർക്കായി. ഇവിടെ വൈഫൈയും വെച്ചിട്ട് നിലമ്പൂരി ഇരുന്ന് ഒരു വിശുദ്ധനും കൊല്ലത്തിരുന്ന ഒരു വിശുദ്ധനും നിന്റെ മേൽ ന്യായവിധി വരാറായി. നീ ഏതാ വിശുദ്ധൻ? ബൈബിൾ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നിലമ്പൂരിലുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാനിവിടെ ബൈബിൾ കോളേജ് അഗാപ്പെ പഠിപ്പിക്കുന്നതാണ്. ഇന്നതാ ജോസ് പാസ്റ്റോട് പറഞ്ഞ് അവരെല്ലാവരെയും അറിയിക്കാനായിട്ട്. അല്ല, സ്നേഹാന്വേഷണം പറയാ. മാത്യു പാസ്റ്റുണ്ട്, ജയല കുഞ്ഞുവൻചാനുണ്ട്, ഇതായിരിക്കുന്നത് കാനഡയിൽ പോയ കുഞ്ഞുവൻചാനുണ്ട്, ഷാജി പാസ്റ്റുണ്ട്, മൂത്തേട IPC കാർ, കരളായി IPC കാർ, ഇടക്കര ടർബുകാർ, ഇവിടെ മൊത്തം കിടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. ഇതിനകത്ത് 2-3 പുഴുക്കുത്തുകൾ ഇവിടെ ഉണ്ട്. സഹോദര, ഞാൻ തവള കരയുന്ന പോലെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയുന്നത്. നീ ഒരു കവലയോഗത്തിൽ നിന്ന് ഒരു ട്രാക്റ്റെങ്കിലും കൂടെ സ്വോത്രം. നീ പെരയ്ക്കകത്ത് കുത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയാ, അയ്യോ മലപ്പുറംകാരൊന്നുമല്ല, പെരിന്തൽമണ്ണക്കാരല്ല, 2 വിശുദ്ധന്മാർ. ദൈവം അനുഗ്രഹിക്കട്ടെ, സർവശക്തി നിങ്ങളെ കാക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ പീസ് ദൈവം ഒരു സ്വോത്രം. ഞങ്ങളാരും ക്ലിയർ അല്ല, പക്ഷേ വെള്ളം കുടിക്കാതെ അമ്മാമ കാണണം. 7:40 ഞാൻ മൈക്കെടുത്തത് 9:15 ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ചങ്ക് തകർന്നാ പ്രസംഗിക്കുന്നത്. ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. ഇനി 2 ചായ കുടിച്ചിട്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാതെ. എനിക്ക് നാളെ 5:30 വീട്ടിൽ ചെന്നിട്ട് വേണം രാവിലെ ട്യൂട്ടോറിൽ പോയി ഒരു ഗ്ലാസ് എടുത്തിട്ട് 6:30 പ്രസംഗിക്കാൻ പോകണം. പ്രസംഗിക്കുന്നവൻ്റെ വേദന അറിയത്തില്ല പാസ്റ്ററെ, യാതന അറിയത്തില്ല, അവൻ്റെ മരുന്നറിയത്തില്ല, അവൻ്റെ കുടുംബം അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കൊച്ചുമോൻ ഇവിടെ ഇരിപ്പുണ്ട്, സണ്ണിച്ചാൻ്റെ അനിയത്തിയുടെ മോൻ. അവൻ കണ്ണിനകത്ത് മരുന്ന് ഒഴിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വലതേ കണ്ണിന് 60% കാഴ്ചയില്ല, ലൈറ്റ് അടിച്ച്. മനസ്സിലാകുന്നവർക്ക് ഇതൊന്നും അറിയാതെ നിലമ്പൂരിയിട്ട് നീ പോവട അക്കരെ നാട്ടിൽ നിന്റെ പീസ് ദൈവം ഒരു സ്വോത്രം. അതുകൊണ്ട് ദൈവമായിട്ട് എന്നെ കൊണ്ടുവന്ന് ഇനി വന്നില്ലേലും വേണ്ടിയല്ലോ സ്വോത്രം, ക്ലാസ് എടുക്കാൻ വന്നില്ലേലും. ഇന്ന് രാത്രി നിനക്ക് ആംബിയർ ഉണ്ടോ? ഇന്ന് രാത്രി വാ, സജു ചാത്തന് ഒരു വേദി തരാം. 14 രാത്രി 15 രാത്രി ഒറ്റയടിക്കുന്ന കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചതാണ് ഞാൻ. സ്വോത്രം. 3 ദിവസം നീ പ്രസംഗിക്കത്തില്ല, നീ പെട്ടിയും കിടക്ക എടുത്ത് ഓടും. സ്വോത്രം. എന്നിട്ടിരുന്ന് സ്വോത്രം കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ നീ വിശുദ്ധനെ പോലെ മാന്തിക്കൊണ്ടിരിക്കുക. നിന്റെ അവസാനം ദൈവം തൂക്കാൻ പോവുക. മാനസാന്തരപ്പെട്ടു. ഇന്ന് രാത്രി മടങ്ങി വരാതെ സ്വോത്രം. ഒറ്റയ്ക്ക് പറയും സ്വോത്രം. ഞാനിതിന് പ്രതികരിക്കാത്ത എന്താണെന്നറിയാവോ? സ്റ്റേജിൽ കൂടെ പ്രതികരിക്കത്തുള്ളൂ, വഴിയരികെന്ന് പ്രതികരിക്കത്തില്ല. ഇവരുടെ അടുത്ത് ഡയറക്റ്റ് ഒന്നും പറയത്തില്ല. കുഞ്ഞെ, നീ മാനസാന്തരപ്പെടട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വീഡിയോ നോക്കി മുറിക്കാനിരിക്കുക. സ്വന്തമല്ലല്ലോ, ചിന്നമാമ ബ്ലൗസിന്റെ കൈ മുറിക്കുന്ന പോലെ അവൻ വീഡിയോ മുറിച്ചുകൊണ്ടിരിക്കുക. നിന്നെ മുറിക്കുവാടാ നാട്ടുകാരൻ്റെ വീഡിയോ. രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ വീഡിയോ മുറിച്ചിട്ട് തുണ്ടിട്ടുകൊണ്ടിരിക്കുക. നിലമ്പൂക്കാര, നിന്റെ തുണ്ടിടിയിൽ ദൈവം നിർത്താൻ പോവുക. കേട്ടോ, നീ മാനസാന്തരപ്പെട്ടോ. വാ, ചങ്കൂറ്റത്തോടെ പ്രസംഗിക്ക്. 10 കവലയിൽ പോയി പ്രസംഗിക്ക്. വടക്കേ ഇന്ത്യ ഹിന്ദിക്കാരടക്കി പ്രസംഗിക്ക്. रात को दिन को सारे आदमी को परमेश्वर का धन्यवाद करके बात करने को तुम आओ. അമേരിക്കക്കാരൻ്റെ ചിക്കൻ കാലി എന്നിട്ട് നാട്ടുകാരനെ പോസ്റ്റ് ഇടുന്ന നിലമ്പൂക്കാരനെ ദൈവം ഒതുക്കും. സ്വോത്രം. അച്ചായൻ അറിയാം വടക്കേ ഇന്ത്യ ഒന്ന് വരട്ടെ. അച്ചായൻ വടക്കേ ഇന്ത്യയിലോ അവിടെയൊക്കെ പ്രസംഗിക്കുന്ന അടി ഉറപ്പാ ഇല്ലയോ അച്ഛാ? പേടിച്ചാ നിന്ന് പ്രസംഗിക്കുന്നത് ഓരോ ദിവസവും. വടക്കേ ഇന്ത്യയിലോട്ട് വാ, സുവിശേഷം പറയും. തമിഴ്നാട്ടിലോട്ട് വാ, സന്തോഷമില്ലല്ലോ. ആരെങ്കിലും അമേരിക്കക്കാരൻ കൊടുക്കുന്ന ഡോളറും മേടിച്ചിട്ട് ചിക്കൻ കാലും കഴിച്ചിട്ടും വീഡിയോ മുറിച്ചിടുക. നിന്റെ മുറിക്കാൻ പോവുക കർത്താവ്. നീ മാനസാന്തരപ്പെട്ടു. ആശാരി പറഞ്ഞോളൂ, നിന്റെ പാടാൻ പോവുക. സ്വോത്രം. ചങ്കൂറ്റത്തോടെ പ്രസംഗിര്. അതുകൊണ്ട് ഇനി നിലമ്പൂർ വന്നില്ലേലും വേണ്ടിയല്ല, കേക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങളെല്ലാം പൂർണ്ണരല്ല. ഞങ്ങൾ പറയുന്ന എല്ലാ വചനവും ഒരുപക്ഷെ ക്ലിയർ ആകത്തില്ല. ഞങ്ങൾ കമ്പ്യൂട്ടറൊന്നുമല്ല. വചനം പഠിക്കും, ചില മിസ്റ്റേക്ക് വരും. എനിക്ക് മർത്തോമയെ ഓർത്ത് സന്തോഷം. ഇവിടെ നിലമ്പൂർ ചുങ്കത്തറക്കാരി മർത്തോമക്കാരിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്നത് എത്ര പേരുണ്ട് ഇവിടെ. മലങ്കര കത്തോലിക്കയിൽ അച്ചായമ്മ എൻ്റെ പ്രസംഗം കേൾക്കുന്നു ചുങ്കത്തറ. പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. ഈ ഒരു ദിവസം പാസ്റ്റർ ഞാൻ ഒരു കാര്യം പറഞ്ഞു, മാത്യു പാസ്റ്റർ കേൾക്കണം. എന്താ ഈ ഇറാനെ ഏതോമെന്ന് വിശേഷിപ്പിച്ച് മർത്തോമയിൽ അച്ചായൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഏതോം ഇറാഖാ പാസ്റ്റർ പറഞ്ഞത് തെറ്റിയെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം. 2ാമത്തെ പ്രസംഗത്തിൽ ഞാൻ 7 കറക്റ്റ് പറഞ്ഞപ്പോൾ ഈ അച്ചായം വിളിച്ച് എന്നോട് പറയാ, ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ മാറ്റിയെന്ന്. യോ, നമ്മുടെ പെന്തിക്കോസുകാരായിരുന്നേ 10 ഗ്രൂപ്പിൽ അങ്ങ് ഇട്ടേനെ. സന്തോഷമില്ലല്ലോ സഹോദരം? നിന്റെ ഗ്രൂപ്പെല്ലാം ദൈവം തീർക്കുക. നീ ശാസ്ത്രജ്ഞനോ സയന്റിസ്റ്റോ ആത്മീയനോ ഒരു കുപ്പായോ ഒരു ബൈബിളും എടുത്ത് 2 വിശുദ്ധി പറഞ്ഞാലും അക്കരെ നാട്ടിൽ പോകത്തില്ല കുഞ്ഞ്. തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നിലമ്പൂരിലുള്ള വിശുദ്ധന്മാരെ ബാക്കി എല്ലാം നല്ലവരാ. 2 പേരൊന്നും ഞാൻ പറയത്തില്ല, 2 വലിയ കുഴപ്പം. സന്തോഷമില്ലല്ലോ? നീ വന്ദേ ഭാരതിനായി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന വരുന്ന നിനക്ക് മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി
അങ്ങനെയെങ്കിൽ ഈ ദിവസത്തെ ഓർത്ത് 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, പാട്ടിലേക്കും പോകാം. ഈ ദിവസത്തെ ഓർത്ത് യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ 9:4 വായിക്കാം മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കരമുയർത്തുന്നവർക്കായി 2026 ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ പറ്റി പറയുക. പെന്തിക്കോസ് അല്ല, ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ പറയുക. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതോ. ഇതെല്ലാം കണ്ടിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു, വായിക്കാം. ആർക്കും വായിച്ചാട്ട് മോളെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് കരമുയർത്തുന്നവർക്കായി മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയന്റെ വരവിൽ നാം എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമപാത്രം, അതൊരു ഭാരമുള്ള കല്ല്. ജാതികൾ അതിന് വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അത് ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. ബാക്കി കേട്ടാട്ടെ. യോസഫാരായി ഇസ്രായേലിന്റെ ഉപപ്രധാനമന്ത്രിയായി. ചേട്ടന്മാരെന്താ കൊടുത്തത്? അരിയും പലവ്യഞ്ജനവും വന്നു. അരിയും പലവ്യഞ്ജനമാണോ കൊടുത്തത്? ആർക്ക്? അപ്പനും ഭാര്യമാർക്കും 72 പേർക്ക് വിസയും കൊടുത്തു. കരമുയരുന്നില്ലല്ലോ അമ്മാമേ. അതൊരു നിഴലെങ്കിൽ ദൈവദാസന്മാര് കാട്ടാട്ടെ. യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് കരമുയർത്തുന്നവർക്കായി മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കളെ ചേർക്കുവാൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നിർത്തുന്നു. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അതിന്റെ പ്രത്യേകത പുരോഹിതൻ അതിന് കൂട്ടിക്കെട്ടും കാലുകൾ. അപ്പച്ച അമ്മച്ചി ഇത് കേട്ടാട്ടെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? യാഗപീഠത്തിനകത്ത് യാഗം നടക്കുന്നതിന് മുമ്പ് യാഗത്തളി ആചരിക്കുവാൻ വേണ്ടി പ്രാവിന്റെ തലയിറക്കും. ആ തലയിറക്കുമ്പോൾ രക്തം താഴെ വീഴാതെ യാഗപീഠത്തിനകത്ത് ആ രക്തത്തളി കൊടുക്കുക. അപ്പോൾ പുറകിൽ ഒരു കാഴ്ചയുണ്ട്. എന്താ അപ്പച്ച അമ്മച്ചി ആ കാഴ്ച? ഒരു പ്രാവിന്റെ തല പോയി വിറയ്ക്കുന്നു, മറ്റതിന്റെ പുറത്ത് രക്തം. കർമ്മകാണ്ഡാദികൾ ചൊല്ലിക്കൊണ്ട് താമ്രത്തൊട്ടിയിൽ വെള്ളമെടുത്ത് ആ പുരോഹിതൻ യാഗം കഴിക്കും. അവന് സന്തോഷമായി. കർമ്മകാണ്ഡാദികൾ കഴിഞ്ഞ അച്ചായ അമ്മാമേ എന്താ കത്തിയെടുത്ത് അവന്റെ മാർപ്പതക്കത്തിൽ ഇടാൻ നോക്കുമ്പോൾ പുറകിൽ ഒരു കാഴ്ച. ഒരു പ്രാവിന്റെ ഉടല് വിറയ്ക്കുന്നു. ദൈവദാസന്മാര് മറ്റേതിന്റെ പുറത്ത് രക്തം കിടക്കുക. ആരോ പറയും നിന്റെ യാഗം കഴിഞ്ഞല്ലെന്ന്. കത്തിയെടുത്ത് ഒറ്റ അറപ്പ്. പെടയുന്നത് മറിയുമ്പോൾ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി മലബാർ, നിലമ്പൂർ, എടക്കര, വീട്ടിക്കുത്ത്, മുത്തേടൻ, കരളായി ഇവിടെയൊക്കെ കർത്താവിന്റെ വചനമെടുത്ത സഹോദരങ്ങളെ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണാൻ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കളുടെ മുഖം കാണാൻ 10,000 പേർ സുന്ദരനായി യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി നിലമ്പൂര് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോകും ഒരു വാക്യം കൂടെ. രാത്രി സാൽവേഷൻ ആർമി അതിപാശ പാട്ട് എടുത്തോണം. എന്തായാലും വണ്ടിയിലേറ്റാവും, എനിക്കറിയാം. സ്വോത്രം. എന്താ കാര്യം എന്നറിയാം? സാൽവേഷൻ ആർമി കുഞ്ഞുങ്ങളെ കേട്ടാട്ടെ. സാൽവേഷൻ ആർമിയുടെ അമ്മാമ്മമാരിത് നോട്ട് ചെയ്യണം. അതിനാ ഓരോ സാക്ഷ്യം പറയുന്നത്. സാൽവേഷൻ ആർമിയുടെ നേതാവിൻ്റെ പേരാ വില്യം ബൂത്ത്. അദ്ദേഹത്തിന് എങ്ങനെ ആ പേര് കിട്ടിയത്? അദ്ദേഹം ലണ്ടൻ പോലീസിൻ്റെ ചീഫായിരുന്നു. അതുകൊണ്ടാണ് സാൽവേഷൻ ആർമിയിലെ ഉപദേശിവർക്ക് 2 സ്റ്റാർ. അല്ല, തിരുവനന്തപുരം പോലീസിൽ നിന്ന് കിട്ടിയതല്ല. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അങ്ങനെയെങ്കിൽ അവരുടെ ചർച്ചാണ് ലണ്ടനിലെ ഏറ്റവും വലിയ ചർച്ച്. അവിടെ ഒരു സംഭവമുണ്ട്, ഭയങ്കര കൺവെൻഷൻ. 4 ദിവസം എല്ലാ വർഷവും 2 ദിവസം 4 ദിവസം. അപ്പോൾ ഈ നമ്മുടെ പാസ്റ്റർ കെട്ടിയോലെ മൈക്ക് കെട്ടും. 2 കിലോമീറ്റർ ദൂരെ ഒരു ചെരുപ്പൂത്തി ഉണ്ട്. അവൻ്റെ പേരാ സാമുവൽ ബ്രിംഗ്ലർ. എല്ലാവരും കേട്ടാട്ടെ. അപ്പോൾ അവനൊരു ആഗ്രഹം കൺവെൻഷന് പങ്കെടുക്കുക. ദാണ്ട് ഈ മോനിരിക്കുന്ന 18 വയസ്സുള്ളതുപോലെ 18ാമത്തെ വയസ്സിൽ വന്നു. ദാണ്ട് ഇവിടെ ഗേറ്റിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ നിൽക്കുന്ന പോലെ പറഞ്ഞു കൺവെൻഷൻ. അദ്ദേഹം പറഞ്ഞു പറയറ്റത്തില്ല, നീ ചെരുപ്പൂത്തിയുടെ മകനാ, കയറാൻ പറ്റത്തില്ല. പട്ടാളക്കാരും പോലീസുകാരും. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വെച്ച 19ാമത്തെ വയസ്സിൽ അവൻ വീണ്ടും വന്നു. എന്താ സംഭവിച്ചത് പറഞ്ഞു. കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞു ഇനി ഇവിടെ വരരുത്. 20ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് വന്നിട്ട് പകൽ വന്നിട്ട് പറഞ്ഞു കൺവെൻഷൻ അല്ല, ദാണ്ട് ഉപദേശി ഒന്ന് കാണാനാണ് നിങ്ങളുടെ പ്രസിഡന്റ്. പോയി കാണാൻ പറഞ്ഞു. പ്രസിഡന്റിന്റെ റൂമിനകത്ത് എന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, സാറേ എനിക്കൊന്ന് ആരാധിക്കണം. അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു നീ വന്നതല്ലേ, ഈ കയറി വരുന്ന വലത്ത് ഷൂപ്പറയുണ്ട്, അതിനകത്ത് ഷൂ തുടയ്ക്കാൻ അവിടെ നിന്ന് കരമടിക്കാൻ കഞ്ഞി കിട്ടും. മാമേ എത്ര വർഷം വരുന്നു? 14 വർഷം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇത് കേട്ടോണ്ടേ സഹോദരിമാർ എഴുന്നേൽക്കാവും. എന്താ സംഭവിച്ചത്? അവന്റെ 34ാമത്തെ വയസ്സ്. സാൽവേഷൻ ആർമിയുടെ ഭയങ്കരമായ കൺവെൻഷൻ. എല്ലാവരും കേട്ടാട്ടെ. 2 ദിവസം ഇംഗ്ലീഷ്, 2 വർഷം LMSന്റെ മിഷണറിമാർ. വ്യാഴം വെള്ളി ശനി ഞായർ ആരാ ഒരു ഇംഗ്ലീഷുകാരൻ രാവിലെ
വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടായി. ഫോൺ അടിച്ചു. അദ്ദേഹത്തിനോട് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് സുഖമില്ല. ഫോൺ കട്ടായി. ഇദ്ദേഹം തിരിച്ചു വിളിച്ചു, കിട്ടിയില്ല. അദ്ദേഹം കരയാൻ തുടങ്ങി. അച്ചായ പ്രാർത്ഥനാ മുറി പോയി പായിട്ട് നിലവിളിച്ച, കർത്താവേ, ഇന്ന് രാത്രി ലണ്ടൻ പട്ടണത്തിനകത്ത് ഞാൻ ആരെ കേട്ടു? ദൈവാത്മാവ് അവന്റെ കർണപുടത്തിൽ ഇറങ്ങി. പറഞ്ഞത് എന്താ? നിന്റെ ഷൂപ്പറയ്ക്കകത്ത് 14 വർഷമായി ഒരുവൻ ഷൂ തുടച്ച് കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവനെ വചനം എടുപ്പിക്കണം. കരം ഉയർത്തുന്നവർക്ക് അമ്മാമേ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്നവനെ മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ വിശ്വാസത്തോടെ അവൻ ഓടിച്ചെന്നു. സാമുവൽ ബ്രിങ്ക്ലറോട് പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി വചനം പ്രസംഗിക്കണം. അവൻ ശരീരം വിറച്ചുകൊണ്ട് ആ കുഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. ബൈബിൾ എടുത്ത് അന്ന് രാത്രി ലണ്ടൻ പട്ടണത്തിനകത്ത് ശനിയാഴ്ച സാമുവൽ ബ്രിങ്ക്ലർ പ്രസംഗിച്ചു. എത്ര പേര് രക്ഷയിലേക്ക് വന്നു? ഏകദേശം 2000 പേർ കരമുയർത്തി കർത്താവിനെ സ്വീകരിച്ചു. 4-ാം ദിവസം കടശി ദിനം ഭയങ്കര ഉണർവ് ലണ്ടൻ പട്ടണത്തിനകത്ത്, അതിസാധാരണമായ ഉണർവ്. പ്രസംഗം തീർന്നു, പാട്ട് കഴിഞ്ഞു. സാമുവൽ വില്യം ബൂത്ത് എഴുന്നേറ്റ് മൈക്കെടുത്തു. ഇംഗ്ലീഷിൽ, ടുഡേ ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുക. നാളെ മുതൽ നമ്മുടെ പ്രസ്ഥാനത്തെ ആര് നടത്തും? 14 years നമ്മുടെ ഷൂപ്പരെ കടന്നവൻ നാളെ ഇതിൻ്റെ നേതാവ്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി, ആൻറ്റി, അച്ചായ, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. പതറി പോകരുത്, തളർന്നു പോകരുത്. പൊട്ടക്കിണർ കൊണ്ട് നീ തീരത്തില്ല, അടിമച്ചന്ത കൊണ്ട് തീരത്തില്ല. പൊത്തിപ്പേറിന്റെ വായിലെ കള്ളരേഖ ഉണ്ടാക്കിയാലും കാരാഗ്രഹത്തിനകത്ത് നീ കിടന്നാലും ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. നാട്ടുകാരൻ നിലമ്പൂരി തള്ളിയാലും നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മിസ്രൈമിന്റെ കൊട്ടാരത്തിനകത്ത് എത്തിക്കുക. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന എൻ്റെ ദൈവം വിശ്വസ്ത, അവൻ ആർക്കും കടക്കാരനല്ല. അവസാനിപ്പിക്കാൻ പോകുന്നു. പാട്ടിന്റെ സമയമായി അവസാന രാത്രിയാണ്. ഇതെങ്കിലും കേട്ട് കരമുയർത്തണം. 6 കാര്യം എവിടെ നടക്കുമെന്നറിയോ? യെരുശലേമിൽ. 1, സൈന്യങ്ങൾ യെരുശലേമിനെ വളയും. അച്ഛാ, റഷ്യ അവർക്ക് മേധാവിയായി തീരും. 3, യഹൂദന്റെ നിലവിളി ഉയരും. 4, നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 5, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരും. 6, 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം. ഇത്രയും സംഭവം യെരുശലേമിൽ നടക്കും. ഈ 6 സംഭവം അവിടെ നടക്കുന്നതിന് മുമ്പ് നിലമ്പൂരിൽ ഒരു സംഭവം നടക്കും. അതാ ഈ കൺവെൻഷൻ. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും.